ഈ ആഴ്ച നടന്ന ന്യൂസസ് നിങ്ങളൊന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പർ വായിച്ചല്ലേ? ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ പഠിപ്പിക്കും. ഒരെണ്ണം നിങ്ങൾക്ക് കാണാം, US സൗദി എക്സാമിനേഷൻ ലീക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ആക്ട് അത് ഓൾറെഡി ഉണ്ട്. 2024 കുറച്ച് അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ചെയ്യാൻ സാധ്യത കുറവായതുകൊണ്ട് ഇന്ന് ഞാൻ ഡെങ്കി വാക്സിൻ എങ്കിലും അറിയണ്ടേ ഏത് രാജ്യത്ത്? ജാപ്പനീസ് ആണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ചെയ്യാം. പിന്നെ ഒരു സയന്റിഫിക് മിഷൻ ഉണ്ട്, പ്രാക്സിസ് മിഷൻ. പ്രാക്സിസ് അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരും. നിങ്ങൾ തന്നെ കുറച്ച് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെർട്ട് പാനലിന്റെ ഒരു ചെറിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തന്നെ നോക്കുക. അതെല്ലാം ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, ചില കാര്യങ്ങൾ ഐ വിൽ ടെൽ യു. ഓക്കെ, ക്ലിയർ? എന്ത് പറ്റി? ഹാങ് ഉണ്ടോ? ആഴ്ചത്തെ ന്യൂസിൽ ഞാനാണോ പറയേണ്ടത്? നിങ്ങളല്ലേ പഠിക്കുന്ന കുട്ടികള്, ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ കറണ്ട് അഫയർ ഫോളോ ചെയ്യാൻ സമയം കിട്ടാറില്ലേ? ചെയ്ത് പോകാം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ അനാലിസിസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വിവേക എക്സ്പ്രസ് അത് ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഒരു ധാരണ കിട്ടും. വിക്രമണ്യ പറ്റില്ലല്ലേ? ഞാൻ എടുക്കാം കേട്ടോ. ഇന്ന് എനിക്ക് സമയമില്ല, പക്ഷെ ഞാൻ എടുത്തു തരാം. ഞാൻ പഠിപ്പിച്ചു തരാം. അത് ഡോൺ വറി. വിക്രമൺ ഞാൻ പഠിപ്പിച്ചു തരാം. വിക്രമൺ മാത്രമല്ലായിരുന്നു അതിനകത്തുള്ളത്. അതിനകത്ത് ഞാൻ ഇവിടെ ബേസിക്സും പിന്നെ അതുപോലെ നമ്മുടെ സ്പേസ് സെക്ടറിന് എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഉൾപ്പെടുത്തി. അത് ഓർമ്മിപ്പിച്ചാൽ മതി. നെക്സ്റ്റ് വീക്ക് 3.5 അതിനകത്ത് ഈ സാധനങ്ങൾ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, അറിയില്ല. ആദ്യം ആർട്ടിക്കിള് പഠിപ്പിക്കാൻ വെച്ചേക്കുന്ന അത് എന്റെ അവസാനം ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ആ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഇതെല്ലാം കൂടെ പഠിക്കും, ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ഞാൻ എന്തായാലും പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നിട്ടില്ല. ഓക്കെ, ഇതെന്താ ഇങ്ങനെ? നിങ്ങളുടെ IR വെച്ചിട്ടുണ്ടോ? മിഡിൽ ഈസ്റ്റോ? ഒരു ക്ലാസ് നടന്നിട്ടുള്ളൂ ഇതുവരെ. അത് ചിലപ്പം ഇനിയിപ്പം ഞാൻ എടുക്കേണ്ടി വരുമായിരിക്കും. നമുക്ക് ന്യൂസിലേക്ക് കടക്കാം. വി ഹാവ് ഷോർട്ട് amount of time. US സൗദി ന്യൂക്ലിയർ ഡീൽ. ഓക്കെ, ഇറ്റ് ഇസ് ഗോയിങ്. ഓക്കെ, പക്ഷെ അതിനകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ പഠിച്ചു. ഒന്നിൽ കൂടുതൽ ആർട്ടിക്കിൾ ഇതിനകത്ത് വന്നു. ആദ്യം നമ്മൾ ഇന്ത്യ ആയിട്ട് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ രാജ്യം ഏതെങ്കിലും ഡീൽ ചെയ്താലാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. പക്ഷെ ഈ ഡീൽ ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ലോകം മൊത്തം ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡീല് നമ്മൾ പഠിക്കേണ്ടി വരും. രസമാണ്. ഈ ഡീല് ചിലപ്പോൾ നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ട്രംപിന്റെ സ്വഭാവം വളരെ ഇറാറ്റിക് ആണ്. ഇത് പറയുന്നതല്ല പുള്ളിക്കാരൻ അടുത്ത ദിവസം പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ സൈൻ ചെയ്തത്. ഏത്? നമ്മുടെ ന്യൂക്ലിയർ ഡീൽ. ഇതിനെ അവര് വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഡീൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ ഇതിനകത്ത് US ഇതുപോലുള്ള സിവിൽ ഡീലിൽ ഇടപെടുമ്പോ അതിന് അവര് കൊടുക്കുന്ന ഒരു പേരുണ്ടോ? അതിനെ പഠിച്ചിട്ടുണ്ടോ? 23 എഗ്രിമെന്റ്. നമ്മൾ വിചാരിക്കും ഇത് നോർമലി US ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത്? 123 എഗ്രിമെന്റ് സൈൻ ചെയ്യുക. ഇന്ത്യയുടെ കൂടെ ഇവർക്ക്
ന്യൂക്ലിയർ ഈ സെയിം എഗ്രിമെന്റ് ഉണ്ട് 123 എന്ന പേര്. ഓക്കെ, ഇത് അവർ യു എയുമായിട്ട് 2009 പീരീഡിൽ സൈൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് 2008-2009 പീരീഡിൽ. ദിസ് ഇസ് ഓൾറെഡി ദർ. ഓക്കെ, അപ്പൊ യു എസ് ഒരു രാജ്യമായിട്ട് സിവിൽ ന്യൂക്ലിയർ അഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ നോർമലി ഈ പാത്വേ ആണ് ഉപയോഗിക്കുന്നത്, 123 അഗ്രിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി 123 അഗ്രിമെന്റ് അത് സൈൻ ചെയ്യപ്പെട്ടെങ്കിലും 90 ദിവസത്തിനുള്ളിൽ കോൺഗ്രസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യു എസിന്റെ പാർലമെന്റിന് അത് എടുത്ത് കളയാം. അപ്പൊ 90 ഡേയ്സിന്റെ ടൈം പീരീഡ് ഉണ്ട്. അതൊന്നും 90 ഡേയ്സിന്റെ ഒരു വിൻഡോ ഉണ്ട്. 90 ഡേയ്സിനുള്ളിൽ യു എസ് കോൺഗ്രസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡീല് ക്യാൻസൽ ആക്കി കളയാം. ക്ലിയർ ആയോ? ഇനി ഈ ഡീൽ എന്തിനെ പറ്റിയാ? ഓബ്വിയസ്ലി ഇതൊരു സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ എഗ്രിമെന്റ് ആണ്. അതിന്റെ അർത്ഥം ഇതിനകത്ത് എന്ത് ആസ്പെക്ട് ഇല്ലെന്നാ? സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ അല്ലേ, അപ്പൊ അതിനകത്ത് എന്തില്ലെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ ന്യൂക്ലിയർ ടെക്നോളജി അല്ലെങ്കിൽ മെറ്റീരിയൽ, ഈ 123 അഗ്രിമെന്റിൽ ഒന്നുകിൽ അവർക്ക് ന്യൂക്ലിയർ മെറ്റീരിയൽ കൊടുക്കാം, ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എക്യുപ്മെന്റ്സ് കൊടുക്കാം. മൂന്നും കൊടുക്കാം, അത് ഓർത്തിരിക്കണം കേട്ടോ. ന്യൂക്ലിയർ എക്യുപ്മെന്റ്സോ ന്യൂക്ലിയർ ടെക്നോളജിയോ അതുപോലെ ന്യൂക്ലിയർ മെറ്റീരിയലോ, 3 സാധനങ്ങൾ. ഇത് മൂന്നും ട്രാൻസ്ഫർ ചെയ്യാം വേണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു സിവിൽ ന്യൂക്ലിയർ എഗ്രിമെന്റാ. എന്തല്ല? ഇതല്ല. ഡി വെച്ച് എന്തായിരിക്കും? ഡിഫൻസ് എഗ്രിമെന്റ് അല്ല. അതായത് ഈ ന്യൂക്ലിയർ ഇത് ഉപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്റ്റുഡൻസ്? അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഇതെന്താ, ഇതിനകത്ത് യു എസും ഈ രാജ്യവും തമ്മിൽ ഒരു ബൈലാറ്ററൽ ന്യൂക്ലിയർ സേഫ് ഗാർഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് പ്രോളിഫറേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി എഗ്രിമെന്റ് ആണിത്. അതായത് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ വേണ്ടി ചില സേഫ് ഗാർഡുകൾ ഇവർ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇറ്റ് ലേസ് ഡൗൺ ദ ഫൗണ്ടേഷൻ ഫോർ 30 ഇയേഴ്സ് സ്ട്രാറ്റജിക് ന്യൂക്ലിയർ പാർട്ണർഷിപ്പ്. ഇതൊരു ലോങ് ടേം പാർട്ണർഷിപ്പ് ആണ്, 30 വർഷത്തെ പാർട്ണർഷിപ്പ് ആണ്. ക്ലിയർ? Under the agreement, US companies will assist Saudi Arabia in developing civilian nuclear energy sector. അപ്പൊ ആദ്യം ചിലപ്പോൾ അവർ എന്ത് ചെയ്യും, റിയാക്ടർ കൊടുക്കുമായിരിക്കും. ഓക്കെ, അതിനകത്തുള്ള ഫിസൈൽ മെറ്റീരിയൽ കൊടുക്കുമായിരിക്കും. ഇത് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. പയ്യെ ഇത് ആര് ടേക്ക് ഓവർ ചെയ്യുമായിരിക്കും? സൗദി അറേബ്യ ടേക്ക് ഓവർ ചെയ്യുമായിരിക്കും. സ്റ്റുഡൻസ് ഒറ്റ സെക്കൻഡ്, ഒരു അത്യാവശ്യം കോൾ ഉണ്ട്, അതാ ഞാൻ ഇന്ന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. പോവല്ല, ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി എന്തിനാണ് ഈ സൗദി അറേബ്യക്ക് ഈ ന്യൂക്ലിയർ എനർജി, അല്ലെങ്കിൽ അവരെന്തിനാണ് ഈ ഒരു ഡീല് സൈൻ ചെയ്യുന്നത്? വൈ? എന്തായിരിക്കും കാരണം? അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ പല കാരണങ്ങളുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. മിഡിൽ ഈസ്റ്റ് എന്താണ്, വെസ്റ്റ് ഏഷ്യ എന്താണ്. എങ്ങനെ പോയാലും ഈ അറേബ്യൻ പെനിൻസുലയുടെ ഈ ഒരു ഏരിയയില് ബേസിക്കലി 3 പവറാണ് ഇവിടെ മൊത്തം കൂടെ നോക്കി. അറേബ്യൻ പെനിൻസുല ചുറ്റും അല്ലെങ്കിൽ ഒരു 4 പവേഴ്സ് ആണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. ആരൊക്കെ ആയിരിക്കും? ഒന്ന് സൗദി അറേബ്യ, ഒന്ന് ഇറാൻ, പിന്നെ ഇവിടെ ഇസ്രായേൽ, പിന്നെ ടർക്കി. ഈ പവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എവരി വൺ വാണ്ട്സ് ടു ബി ദ മോസ്റ്റ് പവർഫുൾ വൺ. ഓക്കെ, അതില് ഇവര് രണ്ടും തമ്മിൽ ഒട്ടും കണ്ടുകൂടാ. ആരാ? ഇറാനും ഇസ്രായേലും. ടർക്കിയും സൗദി അറേബ്യയുമായിട്ടും ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. രണ്ടുപേരും സുന്നി രാജ്യങ്ങളാണ്. രണ്ടുപേർക്കും ഇസ്ലാമിക ലോകത്തിന്റെ തലപ്പത്തെത്തണമെന്നുണ്ട്. അപ്പൊ ഇന്റേണലി ദേ ഓൾസോ ഹാവ് സം കൈൻഡ് ഓഫ് ഇഷ്യൂസ്. ഓക്കെ, അത് IR പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുകയായിരിക്കും. അപ്പൊ ഇവിടെ ഒരു പവർ ഏറ്റവും പവർഫുൾ ആവുക, ഏറ്റവും ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യാന്നൊക്കെയുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ട്. സൗദിക്ക് എന്തിനാണ് ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ, സൗദിക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. എന്താ?
എല്ലാ കാലത്തും ഈ ഓയിൽ വിറ്റുള്ള കച്ചവടം എല്ലാ കാലത്തും നടക്കില്ല. എന്നെങ്കിലും ഇപ്പോൾ ഓയിൽ ഫുള്ളി വേൾഡിൽ നിന്ന് റീപ്ലേസ് ആയി കഴിഞ്ഞാൽ സൗദിക്ക് സർവൈവ് ചെയ്യണ്ടേ? അപ്പൊ സൗദി എന്താ ചിന്തിക്കുന്നത്? UAE മോഡലുണ്ട്. UAE മോഡൽ എന്താ? ഇൻവെസ്റ്റ്മെന്റ്, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, ഇതിലൊക്കെയാണ് UAE ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സൗദിക്ക് ആഗ്രഹമുണ്ട്. ഓയിൽ മാത്രം പോരാ, സൗദി വാണ്ട്സ് ടു ഡൈവേഴ്സിഫൈ. അപ്പൊ സൗദി എന്ത് ചെയ്യും? സൗദിക്ക് ഒരു വിഷൻ 2030 അതുപോലുള്ളൊക്കെ പ്ലാൻ ഉണ്ട്. മുഹമ്മദ് ബിൻ സൽമാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ലിബറൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം സൗദിയെ ഒരു പുതിയ പാതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സൗദി എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും? വളരെയധികം നിങ്ങൾ നോക്കില്ലേ, AI ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. AI ഡേറ്റാ സെന്റേഴ്സ് അവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ ഓൾട്ടർനേറ്റീവ് എനർജി, കാരണം ഈ ഓയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പൊല്യൂഷൻ നടക്കും, പല പ്രശ്നങ്ങളുണ്ട് ഓയിലിന്. അപ്പൊ സൗദിയുടെ ഇപ്പോഴത്തെ ഒരു ഐഡിയ എന്താവാം? ഇതുപോലൊരു സിവിൽ ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ടാക്കി അവിടെ ബാക്കി മാക്സിമം എനർജി ന്യൂക്ലിയറിൽ നിന്ന് വരുത്തുക. എന്നിട്ട് ഈ ഓയിൽ സൗദിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പം സൗദി ജനറേറ്റ് ചെയ്യുന്ന കുറെ ഓയിൽ സൗദി തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ആ ഓയിൽ എക്സ്പോർട്ട് ചെയ്താൽ കാശും മേടിക്കാം. ഓൾട്ടർനേറ്റീവ് എനർജി ആയി കഴിഞ്ഞാൽ അത് സസ്റ്റൈനബിൾ ആണ് കുറച്ചുകൂടെ. ഓക്കെ, പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എഡ്യൂക്കേഷൻ ആണെങ്കിലും, സൗദിയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്, എഡ്യൂക്കേഷൻ ആണെങ്കിലും AI ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കൂടുതൽ വ്യാപിക്കാനുള്ള ശ്രമം. അപ്പൊ അവർക്ക് എന്തിന് സഹായമാവും ഇത്? ന്യൂക്ലിയർ ടെക്നോളജി ഇതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധം നടന്നപ്പോൾ സൗദിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? പൂർണ്ണമായിട്ട് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇറാനും ഇസ്രായേലും, അല്ലെങ്കിൽ ഇറാനും US-ഉമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ അടി കിട്ടുന്ന ഇടയ്ക്ക് ആർക്കാ? സൗദി അറേബ്യക്കാണ്. സൗദിക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ US-ഉമായിട്ട് പൂർണ്ണമായിട്ട് കോപ്പറേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്നെ US-ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചിലര് പറയുന്ന, ചില തിങ്കേഴ്സ് പറയുന്നതാണ്, സൗദി നൈസായിട്ട് ആദ്യം സിവിൽ ന്യൂക്ലിയർ സാധനം മേടിക്കും, പയ്യെ പയ്യെ അതിൽ നിന്ന് എന്തുണ്ടാക്കി എടുക്കും. ചിലപ്പോ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി എടുക്കാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലർ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടാവാന്ന് പറയുന്നു. നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. പിന്നെ USA-ക്ക് സൗദി ഒരു ക്ലോസ് അലയാണ്. കാരണം എന്താ? ഓരോ ഏരിയയിലും ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ വലിയ പവറിന് ആരെങ്കിലും പ്രോക്സികൾ കാണും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണും, അലൈസ് കാണും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇറാന്റെ കൂടെ വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ ഏതാ? ചൈനയും റഷ്യയും. അപ്പം ഈ ഏരിയയിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഹോൾഡ് കൂടുകയാണ്. കാരണം ഇറാന് സാറ്റലൈറ്റ് ടെക്നോളജി, ശരിക്കും പറഞ്ഞാൽ ഈ US-ന്റെ എയർക്രാഫ്റ്റിന്റെയോ ബേസുകളുടെയോ ഒക്കെ ലൊക്കേഷൻ കൊടുക്കുന്നത് റഷ്യൻ സാറ്റലൈറ്റ്സും ചൈനീസ് സാറ്റലൈറ്റ്സും എന്ന് പറയുന്നുണ്ട്. ചൈന അവർക്ക് മിസൈൽ ടെക്നോളജി പലതും കൊടുക്കുന്നുണ്ടെന്നും പറയും. അപ്പൊ ഇവിടെ ആരുടെ പ്രസൻസ് കൂടി? ചൈനയുടെ റഷ്യയ്ക്കും. അപ്പൊ എന്താണ് US-ന്റെ ആഗ്രഹം? എനിക്കും ഒരു സ്ട്രോങ് അലൈ വേണ്ടേ? അപ്പൊ സൗദിക്ക് ഒരു ഒരു ചാഞ്ചാട്ടം ഉണ്ട്. കാരണം US-നെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ അടിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ പ്രശ്നം പരിഹരിച്ച് സൗദിയെ കട്ടയ്ക്ക് കൂടെ നിർത്താൻ വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സിവിൽ ന്യൂക്ലിയർ അഗ്രിമെന്റ് ഇപ്പൊ സൗദിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ മനസ്സിലായാലും എന്താണ് ഇതിന്റെ എല്ലാ കാരണവും, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അഗ്രിമെന്റ് വന്നതെന്നുള്ളത് ഓൺലൈൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിന്റെ കുറച്ച് ഡീപ്പർ ലേയേഴ്സിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. US എന്ത് ഷെയർ ചെയ്യും? പീസ്ഫുൾ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഷെയർ ചെയ്യും, എക്യുപ്മെന്റ് ഷെയർ ചെയ്യും, നോഹവും തന്നെയാണ് ഞാൻ പറഞ്ഞത് ടെക്നോളജി അണ്ടർ ദ 123 അഗ്രിമെന്റ്. നോർമലി ഈ അഗ്രിമെന്റിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ US കമ്പനീസ് വിൽ ഗെറ്റ് ഫസ്റ്റ് പിക്ക് ഓഫ് സൗദി അറേബ്യാസ് ഫ്യൂച്ചർ ന്യൂക്ലിയർ പവർ. എന്താ അറിയാമോ? തുടക്കത്തിൽ ഈ ന്യൂക്ലിയർ എനർജിയുടെ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ സൗദിക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാമോ? അപ്പൊ US-ലെ കമ്പനി ഉണ്ട്, വെസ്റ്റ് ഹൗസ് പോലുള്ള കമ്പനികളായിരിക്കും ആദ്യം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുമായിരിക്കും? സൗദിയുടെ ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, ഹോൾഡിംഗ് കമ്പനിയാണ് ന്യൂക്ലിയറിന്റെ ഡീൽ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ അവർക്ക് കൈമാറുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഇത് ആദ്യം ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? US-ന്റെ ന്യൂക്ലിയർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ. പിന്നെ ചില ചെക്സ് ഒക്കെ ഉണ്ട് എൻറിച്ച്മെന്റ് നടക്കാതിരിക്കാൻ. കാരണം ഈ എൻറിച്ച്ഡ് യുറേനിയം ആണെങ്കിലും, ഫ്യൂവൽ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും, ന്യൂക്ലിയർ ഫ്യൂവലിന്റെ കൺവേർഷൻ ആണെങ്കിലും, റീപ്രോസസിങ്, യൂസ്ഡ് ഫോയിലിന്റെ റീപ്രോസസിങ് ആണെങ്കിലും, ഇതെല്ലാം ഒരു എന്താ പറയാ, ഒരു ന്യൂക്ലിയർ പ്രോലിഫറേഷനിൽ എത്താതിരിക്കാൻ വേണ്ടി കുറച്ച് സേഫ് ഗാർഡ് എഗ്രിമെന്റ്സ് ഉണ്ട് US-ഉം ആരും തമ്മിൽ, സൗദിയും തമ്മിൽ. ക്ലിയർ? അപ്പൊ ആദ്യകാലത്ത് സൗദി എന്ത് ചെയ്യുമായിരിക്കും? ന്യൂക്ലിയർ ഫ്യൂവല് മേടിക്കുക ചെയ്യുന്നത്, അവിടെ തന്നെ ഉണ്ടാക്കില്ല. മനസ്സിലായോ? ആദ്യകാലത്ത് എന്ത് ചെയ്യില്ല? ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ടാക്കില്ല, പക്ഷെ US-ൽ നിന്ന് അത് കൊണ്ടുവരും. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ?
ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, സൗദിക്ക് ചില എക്സെപ്ഷൻസ് ആര് കൊടുത്തിട്ടുണ്ട്? USA കൊടുത്തിട്ടുണ്ട്. ദ എഗ്രിമെന്റ് പ്രപ്പോസസ് 2-year ജോയിന്റ് ഫീസിബിലിറ്റി സ്റ്റഡി. അതായത് സൗദിയിൽ തന്നെ യുറേനിയം ഉണ്ടാക്കിയെടുക്കാം, എൻറിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പഠനം ഇവർ നടത്തിയോ. അത് എക്കണോമിക്കലി ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി വയബിൾ ആണോ, ടെക്നിക്കലി വയബിൾ ആണോ എന്ന് ഇവർ പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യകാലത്ത് ഫ്യൂവൽ എന്ത് ചെയ്യില്ല, ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കില്ല, ഇവരൊരു പഠനം നടത്തും. അപ്പൊ 2 വർഷത്തെ ഈ പഠനത്തിൽ നമുക്ക് തോന്നുവാണ്, US തോന്നുവാണ് സൗദി അറേബ്യ തന്നെ എന്ത് ചെയ്യാം, ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച് ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പൊ എന്ത് ചെയ്യും, US may construct and operate an enrichment facility. എൻറിച്ച്മെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ അതിന്റെ ടെക്നോളജിയിലേക്ക് പോകുന്നില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങിയാണ് എന്ത് ചെയ്യുന്നത്, യുറാനിയത്തെ എൻറിച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഈ സെൻട്രിഫ്യൂജസ് കാണും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യുറേനിയം ഒരു 15% 20% ഒക്കെ എൻറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ബോംബൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ പർപ്പസസോ ന്യൂക്ലിയർ പർപ്പസോ ഒക്കെ നടക്കും. പക്ഷെ ഇതൊരു 70, 80 അല്ലെങ്കിൽ 80-90% ഒക്കെ എൻറിച്ച് ആയാൽ എന്ത് പറ്റും, ഇതുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും US ആണെങ്കിലും ഒരു രാജ്യം എന്ത് ചെയ്യില്ല, ഒരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ റിയാക്ടറിൽ അടിക്കില്ല. ന്യൂക്ലിയർ റിയാക്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടം സംഭവിക്കും, കുറെ പേര് മരിക്കും, റേഡിയേഷൻ ബ്ലാസ്റ്റ് പ്രശ്നമാവും. അവരെന്ത് ചെയ്യുമെന്നറിയോ, ഈ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അടിക്കും. എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അടിച്ചാൽ അത്രയ്ക്ക് വലിയൊരു ലീക്ക് ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പൊ US ഇറാന്റെ എൻറിച്ച്മെന്റ് ഫെസിലിറ്റികളെ അടിക്കുന്നത്, ന്യൂക്ലിയർ റിയാക്ടറിനെ അടിക്കില്ല. ഇപ്പൊ നാത്താൻസ് എന്നുള്ള സ്ഥലം, ഇഷ്ഫഹാൻ, അവിടെയൊക്കെ അടിക്കുന്നത്. അവിടെ ഒന്നും ന്യൂക്ലിയർ റിയാക്ടർ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലൊക്കേഷൻസ് എല്ലാം നിങ്ങളുടെ പ്രിലിംസിൽ ചോദിക്കുക കേട്ടോ. ഇറാനിലെ ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് എല്ലാം പഠിച്ചു വെക്കണം. ഇനി അവരെ അടിക്കാത്തൊരു ബുഷേർ എന്ന് പറഞ്ഞൊരു റിയാക്ടർ ക്ലിയർ ഫ്യൂവൽ ആരായിരിക്കും ഫ്രീ ആയിരിക്കും, US കമ്പനികൾ തന്നെ ആയിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പയ്യെ ഇത് സൗദി അറേബ്യയിലേക്ക് കൈമാറും. അപ്പൊ എന്ത് ചെയ്യും, 2 വർഷം ഇവർ ആദ്യം പഠനം നടത്തും. പഠനത്തിൽ ഇവിടെ ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി വൈബിൾ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും, എൻറിച്ച്മെന്റ് ഫെസിലിറ്റി എവിടെ തന്നെ സ്ഥാപിക്കും, സൗദി അറേബ്യ തന്നെ സ്ഥാപിക്കും. ക്ലിയർ? The arrangement would be designed to prevent transfer of sensitive enrichment technology to Saudi authorities. Okay, ആദ്യകാലത്ത് ഇത് ട്രാൻസ്ഫർ ചെയ്യില്ല, ഫ്യൂച്ചറിൽ ചെയ്യുമായിരിക്കാം. ഓക്കെ, അൺലൈക്ക് ദ 2009 US-UAE ന്യൂക്ലിയർ അഗ്രിമെന്റ്. ഞാൻ പറഞ്ഞു UAE-യുമായിട്ട് നേരത്തെ അഗ്രിമെന്റ്, നിങ്ങൾക്ക് മനസ്സിലാവണം, UAE-യും സൗദി അറേബ്യയും തമ്മിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ആരാ വലുതാവുന്നത്. കാരണം നിങ്ങൾ നോക്കിയ യമനില് സൗദി സപ്പോർട്ട് ചെയ്യുന്ന ടീം വേറെ, UAE സപ്പോർട്ട് ചെയ്യുന്ന വേറെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സൗദി ഡീൽ റിപ്പോർട്ടഡ്ലി ഡസ് നോട്ട് റിക്വയർ സൗദി അറേബ്യ ടു പെർമനന്റ്ലി റിനോൺസ് യുറേനിയം എൻറിച്ച്മെന്റ് ഓർ സ്പെൻഡ് ഫ്യൂവൽ റീപ്രോസസിംഗ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ടെക്നിക്കലാണ്. UAE-ക്ക് കൊടുത്തതിനെക്കാട്ടി ഇളവ് ആർക്ക് കൊടുത്തിട്ടുണ്ട്, USA, സൗദിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി US-ഉം സൗദിയും തമ്മിൽ ചില സേഫ് ഗാർഡ്സ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, പ്രോലിഫറേഷനിൽ എത്താതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇവരെ ഒഴിവാക്കിയേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ IAEA സേഫ് ഗാർഡ്സിൽ നിന്ന് ഒഴിവാക്കി. അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചില എഗ്രിമെന്റുകളുണ്ട്, സേഫ് ഗാർഡ് എഗ്രിമെന്റ് ഉണ്ട്, അതിന്റെ അഡീഷണൽ പ്രോട്ടോകോൾ ഉണ്ട്. ഇതനുസരിച്ച് ഒരു രാജ്യം ഇപ്പൊ ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച് ചെയ്തവര് എനർജി ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് IAEA ചിലപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ വന്ന് ഇൻസ്പെക്ഷൻ നടത്തും, നിങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നോക്കാൻ. ഇതിനകത്തുനിന്ന് സൗദി അറേബ്യയെ USA ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ദ അഗ്രിമെന്റ് ഡസ് നോട്ട് കമ്പൽ സൗദി അറേബ്യ ടു അഡോപ്റ്റ് അറ്റോമിക് എനർജി ഏജൻസീസ് അഡീഷണൽ പ്രോട്ടോകോൾ. US-ഉമായിട്ട് സേഫ് ഗാർഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അറ്റോമിക് എനർജി ഏജൻസിക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള റോളൊന്നും കൊടുത്തിട്ടില്ല. ഇത് ശരിക്കും ശരിയല്ല എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ? അഡീഷണൽ പ്രോട്ടോകോൾ അലൗസ് ഇൻസ്പെക്ടേഴ്സ് ടു കണ്ടക്ട് ഷോർട്ട് നോട്ടീസ് ഇൻസ്പെക്ഷൻസ് ആൻഡ് പ്രൊവൈഡ് സ്ട്രോങ്ങർ സേഫ് ഗാർഡ്സ് അഗെയിൻസ്റ്റ് ക്ലാൻഡസ്റ്റൈൻ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ്. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞും തെളിഞ്ഞും ന്യൂക്ലിയർ ടെക്നോളജി അടിച്ചു മാറ്റലും വിക്കലും ഒക്കെയാണ്. അത് തടയാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ IAEA ഇൻസ്പെക്ടേഴ്സ് പെട്ടെന്ന് മുൻകൂട്ടി ഒന്നും പറയാതെ ചിലപ്പോൾ വന്ന് നിങ്ങളുടെ പ്ലാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. കാരണം നിങ്ങൾ ന്യൂക്ലിയർ ഫ്യൂവലും കൊണ്ട് ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ. പക്ഷെ ഇതിൽ നിന്ന് സൗദി അറേബ്യയെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓൺലൈൻ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ടോ? ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. കാരണം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഇത് ഇറാനെ പേടിപ്പിക്കും, മനസ്സിലായോ? നമ്മൾ IR പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ വളരെ റാഡിക്കലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്ത് ഒരേ ഒരു ഇസ്ലാമിക് ബോംബേ ഉള്ളെന്ന് പറയും.
ഇസ്ലാമിക് ബോംബ് എന്ന് വെച്ചാൽ റോങ് ആയിട്ട് പറയുന്നതല്ല, അതൊരു പ്രയോഗമാണ്. ഓക്കെ, ആ പ്രയോഗം എന്താ? ലോകത്ത് ഒരു മുസ്ലിം നേഷന് എന്തുള്ളൂ? ന്യൂക്ലിയർ ബോംബുള്ളൂ. ആരാ? ഏയ്, അതറിയണ്ടേ? ഒറ്റ ഒരു മുസ്ലിം രാജ്യത്തിനേ ഉള്ളൂ ന്യൂക്ലിയർ ബോംബ്. അത് നിങ്ങൾ അറിയണം. പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ ബോത്ത് ആർ ന്യൂക്ലിയർ പവേഴ്സ്. അപ്പൊ ഇനി അതൊരു പ്രോളിഫറേഷനിൽ എത്തും എന്നുള്ള പേടിയുണ്ട്. ഇറാന്റെ പേടി എന്താ ഇവിടെ? സൗദി അറേബ്യ എങ്ങാനും, സൗദി അറേബ്യക്ക് ഒരു പേടിയുണ്ട്, ഇറാനെ എനിക്ക് നേരിട്ട് അടിച്ചു തോൽപ്പിക്കാൻ പറ്റില്ല, ഇനി ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ വരാം. ഇറാൻ ഇത് ചിന്തിക്കും. അവൻ ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ ചിന്തിക്കുവോ? ഇനി സൗദി അറേബ്യ ചിന്തിക്കുവോ? കാരണം നേരത്തെ എന്നെ അടിച്ചു തോൽപ്പിക്കാൻ പറ്റത്തോണ്ട് ഇനി സൗദി അറേബ്യ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുവോ? അതുകൊണ്ട് ഞാനും ഉണ്ടാക്കണം. അങ്ങനെ ഒരു ചിന്ത ഇറാൻ ചിന്തിച്ചാൽ ഭയങ്കര പ്രശ്നമാവും. കാരണം ഇറാൻ നിങ്ങൾ നോക്കണം, ഇറാന്റെ ഗ്രാൻഡ് ലീഡറിനെ നേരത്തെ അമേരിക്ക കൊന്നിരുന്നു, ആയത്തുള്ള അലി ഖൊമേനി. പക്ഷെ ഖൊമേനി ഒരു കാര്യത്തിന് എതിരായിരുന്നു. എന്തിന്റെ എതിരാണ്? ന്യൂക്ലിയർ വെപ്പൺ എതിരായിരുന്നു. നോർമലി ഇസ്ലാം ആസ് എ റിലീജിയൻ അതിന്റെ ക്ലറിക്സിനോട് ചോദിച്ചാൽ അവർ ന്യൂക്ലിയർ വെപ്പണിന്റെ എതിരാ. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയർ വെപ്പൺ അവർ ഉണ്ടാക്കിയിട്ടില്ല, അവർക്കത് താല്പര്യമില്ലാത്തതാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് മുസ്തഫ ഖൊമേനിയാണ്, മരിച്ചുപോയ ആയത്തുള്ള ഖൊമേനിയുടെ മോൻ. അദ്ദേഹം കുറച്ചുകൂടെ റാഡിക്കലാണെന്നാണ് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തേക്കാം, ഇത് കണ്ടിട്ട് ഇറാനും ചിലപ്പം ന്യൂക്ലിയർ ബോംബ് ഉണ്ട്. ഇറാന്റെ കയ്യിൽ ഓൾറെഡി എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട് 400 കിലോ. അവരൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മൾ ഇന്റർനാഷണൽ റിലേഷനിൽ ഒരു പ്രയോഗം ഉപയോഗിക്കും, ഡോമിനോ എഫക്ട്. കേട്ടിട്ടുണ്ടോ ഇത്? ഡോമിനോ എഫക്ട് എന്ന് വെച്ചാൽ ഒരാൾ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് കണ്ട് വേറെ ഒരാൾ ഒരു കാര്യം ചെയ്യും, പിന്നെ അത് ചെയിനായി മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോമിനോ എഫക്ട്. ഇതൊരു ഡോമിനോ എഫക്റ്റ് ആവാം. സൗദി അറേബ്യ സപ്പോസ് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് പോയാൽ ഇറാൻ ഉണ്ടാക്കും. ഇറാൻ ഉണ്ടാക്കുന്ന കണ്ട ഉടനെ ടർക്കി ഉണ്ടാക്കും. ടർക്കി ഉണ്ടാക്കുന്ന കണ്ട UAE ഉണ്ടാക്കും. അവസാനം എല്ലാവരുടെയും കയ്യിൽ ന്യൂക്ലിയർ ബോംബ് വരും, സാധനം കൈവിട്ടു പോകും. അണ്ടർസ്റ്റുഡ്? ഇതാണ് എൻകറേജ് ടെഹ്റാൻ ടു ഫർദർ ഹാർഡൻസ് ഹിസ് പൊസിഷൻ റിഗാർഡിംഗ് യുറേനിയം എൻറിച്ച്മെന്റ്. പിന്നെ US വന്നിട്ട് ഇറാനോട് ബോംബ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, സമ്മതിക്കില്ല. ആ പേരിലാണല്ലോ യുദ്ധം തുടങ്ങിയത്. ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും. പണ്ട് സദ്ദാം ന്യൂക്ലിയർ ഉണ്ടെന്ന് പറഞ്ഞാണ് അവിടെ ഒന്നും കിട്ടിയില്ല, സദ്ദാമിനെ തൂക്കിയും കൊന്നു. പക്ഷെ ഇങ്ങനെ പറയാൻ ഇനി അവർക്ക് അർഹതയുണ്ടോ? സൗദിക്ക് അവർ ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കുന്നു. സൗദി ഉണ്ടാക്കിയ പിന്നെ എനിക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദ്യം വരും. ഓക്കെ, റെഡ്യൂസ് ഇൻസെന്റീവ്സ് ഫോർ ഫ്യൂച്ചർ ന്യൂക്ലിയർ negotiation between Iran and United States. Thus agreement could contribute to a regional nuclear competition. അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ, പല പേര് നമുക്ക് പറയാം, ന്യൂക്ലിയർ ആംസ് റേസ്. ഓക്കെ, ന്യൂക്ലിയർ ആം റേസ്. എല്ലാവരും ന്യൂക്ലിയർ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് ഇന്ത്യക്കും തിരിച്ചടി. ഇപ്പൊ നമുക്ക് കുറച്ച് രാജ്യങ്ങളുടെ കയ്യിലുള്ളൂ ഈ സാധനം. UK കയ്യിലുണ്ട്, ഫ്രാൻസിന്റെ കയ്യിലുണ്ട്. UK കയ്യിൽ ആകെ വെള്ളത്തിൽ നിന്ന് വിടാൻ ഉള്ള ന്യൂക്ലിയർ വെപ്പൺ മാത്രമേ ഉള്ളൂ. അവരിപ്പോഴും അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ USA, ഫ്രാൻസ്, ബ്രിട്ടൻ, പാകിസ്ഥാൻ, ഇന്ത്യ, നോർത്ത് കൊറിയ, ഇസ്രായേൽ, റഷ്യ, 8 രാജ്യങ്ങളുടെ കയ്യിലേ ഉള്ളൂ. നോർത്ത് കൊറിയയുടെ ഇസ്രായേലിന്റെ അവരെന്ത് ചെയ്തിട്ടില്ല, അവര് പുറത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ, അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് NPT ഒന്നും റിഗാർഡ് ചെയ്യുന്ന, ലോകം അംഗീകരിക്കുന്ന രീതിയിലൊന്നും അല്ല അവരത് ഉണ്ടാക്കിയത്. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ന്യൂക്ലിയർ ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. എന്താ? NPT. ശ്രദ്ധിക്കുക, സൗദി അറേബ്യ NPT സൈൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യ NPT സൈൻ ചെയ്തിട്ടില്ല. അതുകൂടെ മനസ്സിലാക്കുക. അപ്പൊ സൗദി അറേബ്യക്ക് ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കുന്നതിനോട് പ്രശ്നമൊന്നുമില്ല, ലീഗലി അവർ NPT സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ആ കഥ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ IR നിങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കുമായിരിക്കും. ഓക്കെ, സക്സസീവ് യൂസ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് ഞാൻ ഒരു ന്യൂസ് വേറെയും കൂടെ കാണിച്ചിട്ടുണ്ടല്ലോ, അതായത് ഓൾ ആർട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഞാൻ കാണിച്ചായിരുന്നു. അതായത് ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്, ഇത് നടക്കില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ജോ ബൈഡൻ, ട്രംപിന് മുമ്പുള്ള ആളും ഇതുപോലുള്ള എഗ്രിമെന്റ് സൗദി അറേബ്യക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെന്ത് ചെയ്തു? ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. കണ്ടീഷൻ എന്തായിരുന്നു അറിയോ? നിങ്ങളെല്ലാം ഇസ്രായേലിനെ അംഗീകരിക്കണം, ഇസ്രായേലുമായിട്ട് ബന്ധം കൂട്ടണം. കാരണം ട്രംപ് ഇടപെട്ട് സൈൻ ചെയ്ത ഒരു അക്കോർഡ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അത് അബ്രഹാമിക് അക്കോർഡ്സ്. അബ്രഹാമിക് അക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഈ പേർഷ്യൻ അതുപോലെ അറേബ്യൻ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പ്രോപ്പർ ആയിട്ട് പോകാൻ ട്രംപ് മുൻകൈ എടുത്ത് സൈൻ ചെയ്ത ഒരു അഗ്രിമെന്റ് ആണ് എന്ത്? അബ്രഹാമിക് അക്കോർഡ്സ്. അണ്ടർസ്റ്റുഡ് ദിസ്? അപ്പൊ ഈ അബ്രഹാമിക് അക്കോർഡ്സ് ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്? UAE ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, ബഹ്റിൻ സൈൻ ചെയ്തിട്ടുണ്ട്, ഒക്കെ ജോർദാനെ പോലെ ചില രാജ്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് നൈജീരിയയും സുഡാനെയും കൊണ്ടും ട്രംപ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ഹോംവർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സൗദി അറേബ്യ, അതല്ല, നമ്മുടെ ഇസ്രായേലുമായിട്ട് ബാക്കി ഈ ഏരിയയിലുള്ള രാജ്യങ്ങളുടെ ബന്ധം നോർമലൈസ് ചെയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ട്? അമേരിക്ക സൈന്യം. നമുക്കൊരു വേറെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്, I2U2. ഇന്ത്യ, ഇസ്രായേൽ, US, UAE
I2U2. അപ്പൊ അമേരിക്കയുടെ ഒരു ഐഡിയ എന്താ? ഇസ്രായേൽ ഈ സ്ഥലത്ത് നോർമലൈസ് ആവുക, ബാക്കി രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ശത്രുത കുറയ്ക്കുക. ഇതൊരിക്കലും ഇറാൻ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സൗദി അറേബ്യ ഏകദേശം കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നതാ എന്തിന്? അബ്രഹാമിക് അക്കോർഡ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായി? പലസ്തീൻ പ്രശ്നം ഉണ്ടായി. ഇസ്രായേലുമായിട്ട് യുദ്ധം വരുന്നു, ഇസ്രായേൽ ബോംബ് ചെയ്യുന്നു, 60,000 പേരെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഈ സൗദി അറേബ്യയിലെ രാജാവിന് ഇസ്രായേലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പറ്റുമോ? കാരണം മുസ്ലിം ലോകം മൊത്തം സൗദിക്കെതിരെ തിരിയും. അപ്പൊ അത് സ്റ്റക്കായി നിന്നതാ. പക്ഷെ ഇപ്പൊ ട്രംപ് പിന്നെയും പറയുന്നത്, ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപ് ന്യൂക്ലിയർ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് പറയാണ്, എഗ്രിമെന്റ് ഞങ്ങൾ തരാം, പക്ഷേ സൗദി അറേബ്യ അബ്രഹാമിക് അക്കോർഡ് ഒപ്പിടണം. ഇത് ചെയ്താൽ ചിലപ്പോൾ മുഹമ്മദ് ബിൻ സൽമാന്റെ തല പോവും. നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്. കാരണം ട്രംപിനും പ്രഷർ വരും നാട്ടിൽ നിന്ന്. എന്താ വരുന്ന പ്രഷർ? അതായത് ഈ സൗദി അറേബ്യക്ക് നിങ്ങൾ എന്തിനാണ് ഈ സംഭവം കൊടുക്കുന്നത്, പകരം നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ. ക്ലിയർ ആയോ? എഗ്രിമെന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 123 എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് സൗദി അറേബ്യ ഇപ്പൊ ഇത് മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, സൗദി അറേബ്യക്ക് എന്തൊക്കെ ഇളവാ കൊടുത്തേക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഐഡിയ ക്ലിയർ ആണ്. ഓൺലൈൻ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇതൊരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആട്ടോ IR-ല്. ഇനി നമുക്ക് US-ന് ട്രംപിന് പിന്നെയും പ്രശ്നം. ട്രംപ് എന്താ ചെയ്തേക്കുന്നത്? ട്രംപ് ഒരു 10% താരിഫ് പെർമനന്റ് ആയിട്ട് ഇന്ത്യയുടെ മുകളില് ചുമത്തിയിട്ടുണ്ട്. കുറെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊന്നും മാത്രമല്ല ഇനിയും വന്നിട്ടുണ്ട്. അപ്പൊ ട്രംപിന് ഏപ്രിൽ തൊട്ട് തുടങ്ങിയ ഒരു അസുഖമാണ് എന്ത്? ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക, എല്ലാവരുടെയും മേലിൽ തിരിവ് ചുമത്തുക. ശരിക്കും ഞാൻ നിങ്ങളെ പോളിറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ അതൊരു റൈറ്റ് വിങ് ഐഡിയോളജിയാണ്. റൈറ്റ് വിങ് ഐഡിയോളജി എപ്പോഴും എന്താ വിശ്വസിക്കുന്നത്? മാക്സിമം രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ട്രംപ് അതിനൊരു അനോമലിയാണ്, തലതിരിച്ച് ചിന്തിക്കുന്ന മനുഷ്യനാണ്. ട്രംപ് എന്ത് ചെയ്യുന്നു? എല്ലാവരും അമേരിക്കയെ ഊറ്റിക്കൊണ്ട് പോവാണ്, അതുകൊണ്ട് എല്ലാവരുടെയും മേളിൽ ഞാൻ താരിഫ് വെക്കും. റെസിപ്രോക്കൽ താരിഫ്, ഇങ്ങനെയുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്താ റെസിപ്രോക്കൽ? ഞങ്ങളുടെ മേലിൽ നിങ്ങൾ താരിഫ് വെച്ചാൽ അത്രയും ഞങ്ങളും വെക്കും. നിങ്ങളെല്ലാം അമേരിക്ക എന്താ പറയാ ഊറ്റുവാണ്. പക്ഷെ ട്രംപ് മറന്നു വരുന്ന കാര്യമുണ്ട്. ട്രംപ് മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നത് ഗുഡ്സിന്റെ കാര്യമാണ്. ഇയാൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് എന്താ? അമേരിക്ക കൂടുതൽ ഗുഡ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, നിങ്ങൾ കുറച്ച് ഗുഡ്സേ അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. പക്ഷെ ഇദ്ദേഹം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, സർവീസിന്റെയോ. നമ്മൾ ഇന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ത്രെഡ്സ്, ഇതെല്ലാം എവിടുത്തെ കമ്പനിയാ? US-ൽ. അവർ ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കുന്നില്ലേ? അതിന്റെ കണക്കൊന്നും പറയണ്ടേ? അപ്പൊ ഇതെല്ലാം മെറ്റ എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിയുടെയാ. ഈ ഇടയ്ക്ക് ഒരു വിഷയവും കൂടെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആ, ചെറിയൊരു വിഷയം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മെറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റാണ് ഡിലീറ്റ് ചെയ്യുന്നത്. പുള്ളിയോടെ നമുക്ക് ഐഡിയോളജിക്കലി ഒരുമ ഉണ്ടാവാം, എതിർപ്പുണ്ടാവാം, പക്ഷെ നടന്ന കാര്യം ആലോചിച്ച് നോക്കി. അപ്പം മെറ്റയോട് ചോദിച്ചപ്പോൾ മെറ്റ പറഞ്ഞ എന്താ? ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആണെന്ന്. പക്ഷെ മെറ്റയ്ക്കകത്ത് 1 ലക്ഷം ഫേക്ക് വീഡിയോസും ഇന്ത്യൻ ആർമിയുടെ ഫേക്ക് AI ജനറേറ്റഡ് വീഡിയോസും കിടന്ന് കളിക്കുകയാണ്. അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ടി വരിക. ഞാൻ കുറച്ച് വഴി തെറ്റിച്ചോണ്ട് പോവാണ്. ഒരു രാജ്യത്തിന്, ഞാൻ റീലും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു രാജ്യത്തിന്റെ കൺട്രോൾ അല്ലെങ്കിൽ അവിടെയുള്ള നരേറ്റീവ്സിനെ ചേഞ്ച് ചെയ്യാൻ ആർക്ക് പറ്റും? മീഡിയയ്ക്ക് പറ്റും. നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് മീഡിയ ഡിക്റ്റേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്ഥിരം ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വന്നോണ്ടിരിക്കുക, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് അങ്ങനെ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്നില്ല, ഒരു ഭർത്താവും ഭാര്യയായിട്ട് അടിയാണ്, ഒരു രീതിയിൽ ഒരു റീല് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഭർത്താവും ഭാര്യയായിട്ട് അടിയുള്ള റീലായിരിക്കും വരുന്നത്. അലകൃതം അങ്ങനെയാണ്. അപ്പം നമ്മുടെ നറേറ്റീവിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഡിജിറ്റൽ സോവറിറ്റിയെ കൺട്രോൾ ചെയ്യാനും പുറത്തുള്ള രാജ്യങ്ങൾ ഇടപെടും. നമ്മുടെ സോവറിറ്റിക്ക് ഒരു ഡൈല്യൂഷനായത്. അപ്പം എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പലരും പറയുന്ന കാര്യമുണ്ട്, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോം വേണം. ഇപ്പൊ ഫേസ്ബുക്ക് പോലെ, യൂട്യൂബ് പോലെ, വാട്സപ്പ് പോലെ ഇന്ത്യൻ പ്ലാറ്റ്ഫോംസ് വേണം. ചൈനയിൽ ഈ കളി നടക്കില്ല. കാരണം ചൈനയിൽ എന്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്? ഒരു ഡിജിറ്റൽ ഫയർവാൾ. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റും വാട്സപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പുറത്തുള്ള രാജ്യത്തിൽ ഇവിടെ കയറി എന്ത് ചെയ്യാൻ പറ്റില്ല? ആൾക്കാരെ തിരിക്കുകയും മറിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊരു കാര്യമാണ്. അപ്പം ട്രംപ് എപ്പോഴും എന്താ മറക്കുന്നത്? സർവീസ് സെക്ടറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൈസ എപ്പോഴും അമേരിക്കയിലേക്കാണ് ഒഴുകുന്നത്. അത് ട്രംപ് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ട്രംപ് എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ, ഏപ്രിൽ തൊട്ട് ട്രംപിന് ഈ പ്രശ്നം തുടങ്ങിയത്. ട്രംപ് ലോകത്തുള്ള എല്ലാവരുടെയും മേളിൽ എന്താ ചെയ്യിപ്പിച്ചു തുടങ്ങി? ഫോഴ്സ് ലേബർ ഫാൾസ്. ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ താരിഫ് അടിച്ചു തുടങ്ങി. ഇതിനകത്ത് കാനഡയുടെയും മെക്സിക്കോയുടെയും മേളിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഫെന്റനൈൽ താരിഫ് എന്ന് പറഞ്ഞൊരു താരിഫ് അടിച്ചു. ഫെന്റനൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈപ്പ് ഡ്രഗ്സ് ആണ്. ഓക്കെ, ഇത് അമേരിക്കയെ ഭയങ്കരമായിട്ട് ബാധിച്ചു, ഇത് ഇവിടുന്ന് വരുന്നതെന്ന് പറഞ്ഞ് ഇവരുടെ മേളിൽ താരിഫ് അടിച്ചു. ചൈനയുടെ മേളിൽ, ഇതിന്റെ റോ മെറ്റീരിയൽ ചൈനയുടെ കയ്യിലാണ് വരുന്നത്, ചൈനയുടെ മേളിൽ താരിഫ് അടിച്ചു.
ഓക്കെ, ഇൻഡസ്ട്രി താരിഫ് പല രാജ്യങ്ങളുടെ മേലിൽ അടിച്ചു. റെസിപ്രോക്കൽ താരിഫ്, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിന് ടാക്സ് കൂട്ടുന്നു, ഞങ്ങളുടെ പ്രോഡക്ട്സിന് നിങ്ങൾ ടാക്സ് കൂടുതലാണ് ചാർജ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഡക്ട്സ് കോസ്റ്റ്ലി ആവുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്ട്സിന് ഞങ്ങൾ താരിഫ് വയ്ക്കും. ഈ പരിപാടി ഏപ്രിൽ തൊട്ട് ഈ പുള്ളിക്കാരൻ ചെയ്തു തുടങ്ങിയതാണ്. 50%, 100%, 200%. അവസാനം സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി, US സുപ്രീം കോടതി ഇദ്ദേഹത്തിന്റെ ഈ പവർ എടുത്തു കളഞ്ഞു. അപ്പൊ ലോകം ഒന്ന് ആശ്വാസം വന്നു ലോകത്തിന്. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. UTR, US ട്രേഡ് റെപ്രസെന്റേറ്റീവ്സിന്റെ ഒരു ആക്ട് അനുസരിച്ച് 302 അനുസരിച്ച് ഇദ്ദേഹം ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു. എന്താ? ഇനി എങ്ങനെ എനിക്ക് താരിഫ് ഇടാന്ന് ചിന്തിച്ചിരുന്നപ്പോൾ 2 ലൂപ്പ് ഹോൾ ഉപയോഗിച്ചു അദ്ദേഹം. ഒന്ന്, ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ചില രാജ്യങ്ങളിൽ എന്തുണ്ട്? ചൈൽഡ് ലേബറും ഫോഴ്സ്ഡ് ലേബറും ഉണ്ട്. ആ രാജ്യങ്ങളുടെ മേളിൽ നമുക്ക് എന്ത് ചെയ്യാം? ചുമത്താം. 10%, 12% താരിഫ് ചുമത്താന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെന്നാ പറയുന്നത്. അപ്പൊ ചില രാജ്യങ്ങളിൽ ഫോഴ്സ്ഡ് ലേബർ ഉണ്ടെന്ന് പറഞ്ഞ് 10 തൊട്ട് 12% താരിഫ്. പിന്നെ ചില രാജ്യങ്ങളിൽ എക്സസ് പ്രൊഡക്ഷൻ ഉണ്ട്. 2 റീസൺ വെച്ചിട്ടാണ് ഈ താരിഫ് ഇടുന്നത്. ഒന്ന്, ഫോഴ്സ്ഡ് ലേബർ. 2, എക്സസ് പ്രൊഡക്ഷൻ. എക്സസ് പ്രൊഡക്ഷൻ ആ രാജ്യം സ്വന്തം ആവശ്യത്തിനെക്കാട്ടി ഒത്തിരി കൂടുതൽ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അത് ചീപ്പായിട്ട് US വിറ്റഴിക്കുന്നു. ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് US എന്ത് ചെയ്തിരിക്കുന്നത്? ഈ 10% താരിഫും 12% താരിഫും ഇട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ മതി. ചില രാജ്യങ്ങളിൽ 10% താരിഫാണ്. കാനഡയിൽ 10%, മെക്സിക്കോയിൽ 10%, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം 12%. ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അർജന്റീന ജൂയിഷ് കമ്മ്യൂണിറ്റി ആയിട്ട് ഭയങ്കര അടുപ്പമാണ്. അതുകൊണ്ട് പലരും മെസ്സിക്കെതിരെ പോസ്റ്റ് ഒക്കെ ഇടുന്നു. അവർക്ക് 10 ഉള്ളൂ. ബാക്കി ഇവിടെ എല്ലാം 12%. ഈജിപ്റ്റ്, ഈ പറയുന്ന നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം 12%. ഓക്കെ, യമൻ ഇറാന്റെ സുഹൃത്താണ്, അതുകൊണ്ട് 12%. ഇവിടെ വേറെ രാജ്യത്തിന് 12%. ഇവിടെ ഈ കിടക്കുന്ന സൗദി അറേബ്യ, UAE ഒന്നും 10% ഉള്ളൂ. ഓക്കെ, റഷ്യ, ചൈന ഇവർക്കെല്ലാം 12%. ഓസ്ട്രേലിയക്കും 12% ഉണ്ട്. അത് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. IR പഠിപ്പിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുകയും ഇന്ത്യക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്ക് 10% ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് പെർമനന്റ് താരിഫാണ്. പക്ഷെ ഇനി ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്? ശരിക്കും ഇതും US സുപ്രീം കോടതി പോകുമ്പോൾ ചിലപ്പോൾ സുപ്രീം കോടതി പറയും ട്രംപിന് താരിഫ് എടുക്കാനുള്ള അധികാരം ഇല്ലെന്നും പറയും. പക്ഷെ അതിന് സമയം എടുക്കത്തില്ല. ആ സമയത്തോളം അദ്ദേഹത്തിന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ നടത്താനുള്ള സംസാരം നടക്കുകയാണ്. അപ്പൊ അമേരിക്ക എന്ത് ചെയ്യും? ഇതിനെ ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ട് ഉപയോഗിക്കും, ഇന്ത്യയെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി. കണ്ടോ, നിങ്ങളുടെ മേൽ 50% താരിഫ് വയ്ക്കും, 100% താരിഫ് വയ്ക്കും. ശരിക്കും എക്സ്പേർട്സ് എന്താ പറയുന്നത്? അമേരിക്കയുടെ ഈ വിരട്ട് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പെട്ടെന്ന് ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടരുത്. കഴിഞ്ഞ തവണ അമേരിക്ക പല രാജ്യങ്ങളുടെ മേളിൽ ഈ 50%, 100% ഒക്കെ വെച്ചപ്പോൾ അവര് പേടിച്ചിട്ട് എന്ത് ചെയ്തു? എഗ്രിമെന്റ് സൈൻ ചെയ്തു അമേരിക്കയുടെ കൂടെ, അമേരിക്കയ്ക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതി. പക്ഷെ പ്രശ്നം എന്ത് പറ്റി? കുറച്ച് കഴിഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞു ഈ താരിഫ് എല്ലാം ഇല്ലീഗലാ. തമ്മിന്റെ താരിഫ് പിൻവലിക്കേണ്ടി വന്നു. ഇതുപോലെ ഇനി സുപ്രീം കോടതി എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ താരിഫും കട്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പം ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ ഇത് കണ്ട് പേടിക്കാതെ ഇന്ത്യ എന്ത് ചെയ്യണം? നെഗോഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ പെട്ടെന്നുള്ള താരിഫ് ഹൈക്ക് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ചാടിക്കേറിയ ഒരു എഗ്രിമെന്റിലേക്ക് എത്തേണ്ട കാര്യമില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇതൊരു പെർമനന്റ് താരിഫാണ്. 10% ഓർ 12%. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫോഴ്സ് ലേബർ ഉണ്ട് ആ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോപണം. 2, അവിടെ എക്സസ് പ്രൊഡക്ഷൻ നടത്തുന്നു എന്നുള്ള ആരോപണം. ക്ലിയർ? ഇനിയും വേറൊരു ന്യൂസ് കണ്ടിട്ടുണ്ട് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും? നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് ക്ലാസ്സിൽ കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യുന്ന കുട്ടികളാണ്. ഓക്കെ, ഇപ്പൊ ഓരോ ടൈപ്പാണല്ലോ സ്റ്റുഡൻസ്. അപ്പൊ ഒരുമാതിരി പിക്കപ്പ് ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങൾ. ബട്ട് ഒരു കാര്യം ഞാൻ കാണുന്നത്, കറണ്ട് അഫയറിന്റെ കേസിൽ പലപ്പോഴും നിങ്ങൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു. അതൊക്കെ അറിയണം. കാരണം നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ന്യൂസ് വായിച്ചില്ലെങ്കിലും ന്യൂസിന്റെ ഹെഡ്ലൈൻസ് ഒന്ന് വായിച്ചു പോകും. ടൈറ്റിൽ, അങ്ങനെ ഒരു സംഭവം നടന്നെന്ന് അറിയണ്ടേ? അതായത് അമേരിക്ക ഇന്ത്യയുടെ മേളിൽ ഫ്യൂച്ചറിൽ ഒരു താരിഫ് അടിക്കാമെന്ന് പറഞ്ഞിരുന്നു. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു തവണ അല്ല 10 തവണ വന്നു. 200% താരിഫ്. എന്തില്? ടെക്സ്റ്റൈൽസ് അല്ല, ഫാർമ. ഇന്ത്യൻ ഫാർമയുടെ മേളിൽ 200% താരിഫ് അടിക്കുമോ എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. എന്തിനാ? ഇപ്പൊ ചെയ്യില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ചെയ്യാം. കാരണം അമേരിക്കയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ ജനറിക് മെഡിസിൻസിന്റെ ആളാണ്. ബ്രാൻഡ് ഇല്ലാത്ത സെയിം ഫോർമുലേഷൻ ഉള്ള ഡ്രഗ്സ് അത് വില കുറച്ച് US വിൽക്കാം. അപ്പൊ US ഒരു പ്രശ്നം എന്താ? അവിടുത്തെ മെഡിസിൻ കമ്പനികൾക്ക് ഇത് നഷ്ടമല്ലേ? അപ്പൊ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സമയം തന്നിട്ടുണ്ട് നമുക്ക്. ക്ലിയർ? എന്നിട്ട് ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സപ്പോസ് അങ്ങനെ US നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യണം, ചീപ്പായിട്ടുള്ള സാധനം അയക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ US വന്ന് അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ പറയും.
ഓക്കെ, ക്ലിയർ? ഇതാണ് ട്രംപിന്റെ ഉദ്ദേശം. ഓൺലൈൻ നിങ്ങൾക്കും ക്ലിയർ ആണോ ഇത്? ഓക്കെ, നമുക്കിനി ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആക്ട് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട്. ഇത് പണ്ടേ ഉള്ളതാണ്, 2024 തൊട്ടുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. കാണാതെ പഠിച്ചേ പറ്റൂ. വർഷമൊന്നും എനിക്ക് മെമ്മറൈസ് ചെയ്യിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. 7 വർഷം 10 വർഷം ഫൈൻ എത്രയൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഒരു ഇത്തിരി റഫ് ആർട്ടിക്കിളാണ്. പിന്നെ ഞാൻ കുറച്ച് നിങ്ങൾ ചിന്തിക്കാത്ത കുറച്ച് ആംഗിൾസ് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതും റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? സ്റ്റുഡൻസ് 5 minutes ബ്രേക്ക്. ഓക്കെ, നമുക്കിനി അധികം ആർട്ടിക്കിൾസ് ഇല്ല. ഇതുണ്ട്, ആ ടാസ്ക് ഫോഴ്സ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരും. പിന്നെ 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് സയൻസ് ആൻഡ് ടെക്കും, 2 സയൻസ് ആൻഡ് ടെക്കിന്റെ ആർട്ടിക്കിൾ. പിന്നെ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കണം. അത് വളരെയധികം സ്റ്റാറ്റിക് ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അല്ലെങ്കിൽ അതോടെ പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഏത് ഇന്ത്യൻ മോണ്യുമെന്റിനാണ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ സ്ഥാനം കിട്ടിയത്? സാർനാഥ്. ഓക്കെ, സാർനാഥിലാണ് ബുദ്ധൻ ഫസ്റ്റ് സെറമണി നടത്തിയത്. ഓക്കെ, അവിടെയാണ് ധർവചക്ര പരിവർത്തന എന്നൊരു സാധനം, സെറ്റിംഗ് ദം വീൽ ഇൻ മോഷൻ ഒക്കെ. അത് പഠിക്കണം. അവിടെ കുറെ കോംപ്ലക്സുകളുണ്ട്. പല പല ധമേക് സ്തൂപ അതിനകത്ത് വളരെ ഫേമസ് ആണ്. അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ സ്തൂപ കോംപ്ലക്സ് ഉണ്ട്, അത് ആരാ ബിൽഡ് ചെയ്തത്, അതിനകത്ത് എന്തൊക്കെ നടന്നു, അതിലെ ആർക്കിടെക്ചർ എന്താണെന്നൊക്കെ നോക്കണം. 98 തൊട്ട് ഈ സംഭവം എവിടെ ഉണ്ട്? നോമിനേഷൻ, ഇതിന്റെ ഇന്ത്യ ഇതിനെ നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലിസ്റ്റിലുണ്ട്. ഇപ്പോഴാണ് ഇതിന് ലിസ്റ്റിൽ വരാൻ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. ആ 3 സ്റ്റെപ്പ് പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ സ്റ്റാറ്റിക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. വായിച്ചു വിടുന്നത് അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. പക്ഷെ നിങ്ങളോട് പറയും, ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? സാർനാഥ്. ക്ലിയർ? പിന്നെ ഈ ഇടയ്ക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ലെബനാനിലുള്ള ഒരു കാസിൽ വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്ക്. യു ഷുഡ് ലുക്ക്. പിന്നെ ഒളിമ്പസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എഴുതിയെടുക്കുക. ഒളിമ്പസിനെ പറ്റി വന്നിട്ടുണ്ട്. ലെബനാനിലെ ഒരു ഏരിയയെ പറ്റി പറ്റുന്നു. അത് ഇസ്രായേൽ എതിർക്കുന്നുണ്ട്. പിന്നെ വേറെ യുദ്ധത്തിന്റെ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞു പോവാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ്, ഇന്ത്യ ഹെഡ് ചെയ്തിരിക്കുന്ന, അല്ലെ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോജക്റ്റിലേക്ക് അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാനകത്ത്. ഏത് പ്രോജക്റ്റാ? ചബഹാർ പ്രോജക്ട്. ചബഹാർ എന്താണെന്നും അമേരിക്ക ഇതിനെ അറ്റാക്ക് ചെയ്താൽ ഇന്ത്യക്ക് എന്ത് ഇംപ്ലിക്കേഷൻസ് ആണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് നഷ്ടമല്ലേ, നമ്മൾ കാശ് മുടക്കിയത് അവിടെ ചബഹാറിൽ. ക്ലിയർ? അപ്പൊ ഇതെല്ലാം ഒന്ന് നോക്കി പോവാ. ഇനി ഒരു 5 minutes കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി വിൽ റീജോയിൻ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു എക്സാമിനേഷന്റെ സംഭവം ഒന്ന് പഠിപ്പിക്കാം. ക്ലിയർ? 5 minutes ബ്രേക്ക് ആണ് കേട്ടോ.
നമുക്ക് ഈ ഒരു ന്യൂസ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാം അറിയാം. നീറ്റിന്റെ എക്സാമിന്റെ പേപ്പർ ലീക്ക് ആവുന്നു, കുറെ അധികം കുട്ടികൾ സൂസൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അത് വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് എത്തിക്കുന്നു. CGP അവർ ഈ പ്രൊട്ടസ്റ്റ് ഏറ്റെടുക്കുന്നു. പിന്നീട് പല പാർട്ടികളും പല ആൾക്കാരും അതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നു. അവരുടെ ഒരു മേജർ ഡിമാൻഡ് എന്തായിരുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്യുകയാണ്. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്ത് പകരം പ്രഹ്ലാദ് ജോഷി വന്നു. അതൊരു അക്കൗണ്ടബിലിറ്റി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, മിനിസ്റ്റർ റിസൈൻ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. പക്ഷെ ശരിക്കും നമുക്ക് എന്താ വേണ്ടേ? ഈ സിസ്റ്റത്തിനെ റീഹോൾ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കണം, നീറ്റിന്റെ പേപ്പർ മാത്രമല്ല ലീക്ക് ആയേക്കുന്നത്, പല എക്സാമിന്റെയും പേപ്പറുകൾ ലീക്ക് ആയിട്ടുണ്ട്. അപ്പം ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഓൾറെഡി നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ തടയാൻ ഒരു പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മെഷേഴ്സ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ വി ആർ ട്രൈങ് ടു അമെൻഡ്. ഓക്കെ, ഈ NTA ഞാനിപ്പോൾ പഠിപ്പിക്കില്ല, കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി NTA എന്താന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ NTA നടത്തുന്ന പരീക്ഷകൾ ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. NTA നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഇതിനേക്കാൾ ഇതിലൂടെ നല്ലൊരു ഇൻഫോഗ്രാഫിക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടത്. പിന്നെ അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിലാണ്. അതൊരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പിന്നെ അതിന്റെ ഗവർണൻസ് എങ്ങനെയാണ്? ഡയറക്ടർ ജനറൽ ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. NTA എന്താന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ പാർട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ക്ലിയർ? അപ്പം ഈ ഒരു ആക്ട് ഇത് നമുക്ക് നേരത്തെ ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഡ്രാഫ്റ്റ് ബിൽ ടു ഡീൽ വിത്ത് എക്സാമിനേഷൻ പേപ്പർ ലീക്ക്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഓൾറെഡി ഉള്ള പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസിനെ നമ്മൾ അമെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്ലിയർ? അതായത് നമ്മൾ ഇതിനകത്ത് ചേഞ്ച് വരുത്തുന്നത് വെച്ചാൽ പണ്ട് ഇങ്ങനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ 3 വർഷമായിരുന്നു പണിഷ്മെന്റ്, അത് എത്രയിലേക്ക് ആക്കും? 3 തൊട്ട് 5 വർഷമായിരുന്നു, ഇപ്പൊ എത്രയിലേക്ക് ആക്കും? 10 വർഷം. അത് എന്തിനു വേണ്ടിയാ? ഡിറ്ററൻസ്, തെറ്റ് ചെയ്യുന്നവർ പേടിക്കാൻ വേണ്ടി, ടു ക്രിയേറ്റ് എ ഡിറ്ററൻസ്. അപ്പൊ 3 തൊട്ട് 5 വർഷമാണ് പണ്ടെങ്കിൽ ഇപ്പോ 10 വർഷമാകും. പണ്ട് പെനാലിറ്റി 10 ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയിലേക്ക് കൂട്ടുന്നു? 10 കോടിയിലേക്ക് കൂട്ടുന്നു. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത്. നമുക്ക് വേറെ നിങ്ങൾ ന്യൂസിലൊന്ന് വായിച്ചു നോക്കണം. നമുക്ക് ഇതിനെ പറ്റി തന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഹിന്ദുവിൽ കണ്ടിട്ടുണ്ടോ? പറഞ്ഞില്ലേ, എനിക്ക് വീക്ക്ലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ന്യൂസ് നിങ്ങൾക്ക് പറഞ്ഞു തരിക ആഴ്ചയിലെ. ഓക്കെ, അപ്പൊ എനിക്ക് എല്ലാ ന്യൂസും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എല്ലാ ന്യൂസും അറിയാം. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഞാൻ ഇത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പോകരുത്. നമുക്ക് ക്രാഷ് കോഴ്സ് ഉണ്ട്, അതിനകത്ത് കുറച്ചുകൂടെ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ ഓക്കെ ആയിരിക്കും, ബട്ട് എന്നാലും നിങ്ങൾ തന്നെ പഠിക്കാനുള്ളത് തന്നെ പഠിക്കണം. ഓക്കെ, ക്ലിയർ? വുഡ് ബി ദ സെറ്റപ്പ് ഇൻ ഹൈ കോർട്സ് ഓഫ് ബോംബെ, കൽക്കട്ട, ഡൽഹി ആൻഡ് മധ്യപ്രദേശ്. പെട്ടെന്ന് ഇങ്ങനെയുള്ള കേസ് വന്നാൽ അതിൽ വിധി വരണം. ജസ്റ്റിസ് ഡിലൈഡ് ഈസ്, കേട്ടിട്ടുണ്ടോ? എന്താ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി എത്തുന്ന നീതി ശരിക്കും യൂസ്ഫുൾ അല്ല. ഓക്കെ, പിന്നെ ടൈം ബൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ. 5 മാസത്തിന്റെ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട് മൊത്തം ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ട്രയലിന് 2 months ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രയൽ ടൈം ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പേപ്പർ ലീക്ക് ആൻഡ് 3 months ഫോർ കംപ്ലീഷൻ ഓഫ് ട്രയൽസ്. ഇത് മൂന്നും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള രീതിയിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യണം? നടത്തണം. ഓക്കെ, യു വോണ്ട് റൈറ്റ് ഡൗൺ എനിത്തിങ് യു ക്യാൻ. FCRA നമ്മൾ പഠിച്ചില്ലേ? അതൊക്കെ മറക്കരുത് കേട്ടോ. ഒരു ഉറപ്പ് ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്. Can I move forward? പിന്നെ ഒരു പബ്ലിക് എക്സാമിനേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയുന്നുണ്ട്. എനി എക്സാമിനേഷൻ കാണാതെ എഴുതണ്ട, കണ്ടക്ടഡ് ബൈ എ പബ്ലിക് എക്സാമിനേഷൻ അതോറിറ്റി. അതായത് നമ്മുടെ SSC ആണെങ്കിലും UPSC ആണെങ്കിലും NTA ആണെങ്കിലും എന്താണ് ലിസ്റ്റഡ് ഇൻ 10th ഷെഡ്യൂൾ ഓഫ് ദി ബിൽ. ഇപ്പൊ ഇതിന്റെ 10th ഷെഡ്യൂളിൽ കുറെ അധികം ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു. ഏതൊക്കെയായിരിക്കും? SSC, UPSC, NTA അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്. ഓർ എനി സച്ച് അതർ അതോറിറ്റി ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ. ഇതിന്റെ 10 ഷെഡ്യൂളിലുള്ളതോ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത ഏജൻസികൾ നടത്തുന്ന ടെസ്റ്റുകളെ നമ്മൾ എന്തായിട്ട് വെക്കും? പബ്ലിക് എക്സാം ആയിട്ട് നമ്മൾ കാണും. ഓക്കെ, ഷെഡ്യൂൾ ലിസ്റ്റ് 5 പബ്ലിക് എക്സാമിനേഷൻ അതോറിറ്റി. ഏതൊക്കെയാ? ഓൾറെഡി ഉണ്ട്. UPSC, SSC, RRB നമ്മുടെ ബാങ്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ IBPS, ഇതും ബാങ്ക് ആണത്. പിന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പിന്നെ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് അറ്റാച്ച്ഡ് ഓഫീസ് ഫോർ റിക്രൂട്ട്മെന്റ് വിൽ ഓൾസോ കം അണ്ടർ ദ ന്യൂ ലോ. അപ്പൊ പബ്ലിക് എക്സാം ഇവരൊക്കെ നടത്തുന്ന എക്സാമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ പോകുന്നത്? പബ്ലിക് എക്സാം എന്ന് വിളിക്കാറുള്ളത്. പിന്നെ അൺഫെയർ മീൻസ് എന്താണ്? അതായത് മാൽ പ്രാക്ടീസിന്റെ അർത്ഥം എന്താണ്? തെറ്റായ രീതി എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 15 ആക്ഷൻസിനെ നമ്മൾ എന്തായിട്ട് കണ്ടിട്ടുണ്ട്?
അൺഫെയർ പ്രാക്ടീസ് ആയിട്ട് കണ്ടു. പക്ഷെ എല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അത് പോസിബിൾ അല്ല. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുക, ആൻസർ കീ ലീക്ക് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും ഭാഗം ലീക്ക് ചെയ്യുക, ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പൊസിഷൻ എടുക്കുക, OMR ഷീറ്റിൽ തിരിമറി നടത്തുക, ഓക്കെ, ഒപ്റ്റിക്കൽ മാർക്ക് റെസ്പോൺസ് ഷീറ്റ് വിത്തൗട്ട് അതോറിറ്റി, പ്രൊവൈഡിങ് സൊല്യൂഷൻ ക്വസ്റ്റ്യൻസ് ബൈ എനി അൺഓതറൈസ്ഡ് പേഴ്സൺ ഡ്യൂറിങ് എ പബ്ലിക് എക്സാമിനേഷൻ. ഇതിനെല്ലാം നമ്മൾ എന്തായിട്ട് കാണും? അൺഫെയർ പ്രാക്ടീസ് ആയിട്ട് കാണും. 15 എണ്ണം ഉണ്ട്, അതൊന്നും ആരും നിങ്ങളോട് പഠിക്കാൻ പറയുന്നില്ല. പിന്നെ ഒരു ഹൈ ലെവൽ നാഷണൽ ടെക്നിക്കൽ കമ്മിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിയമിക്കും. ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് പ്രോട്ടോകോൾസ് ടു സെക്യൂർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. നിങ്ങൾ മനസ്സിലാണ്, ഈ ലീക്ക് എന്ന് പറഞ്ഞ സാധനത്തെ നമുക്ക് 2 രീതിയിൽ തടയാൻ പറ്റും. ഓക്കെ, 2 രീതിയിൽ. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമേ ശരിക്കും എഫക്റ്റീവ്. അതായത് നിങ്ങൾ ഈ സംഭവം ലീക്ക് ചെയ്യുന്നതിന് മുമ്പേ ആൾക്കാരെ പേടിപ്പിച്ചു വെക്കുക, അത് ലീക്ക് ചെയ്താൽ പണി കിട്ടുമെന്ന്, വളരെ കൊളോക്കിയലി പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തത്, ഈ സാധനം ലീക്ക് ചെയ്യിക്കാതിരിക്കുക. ലീക്ക് ചെയ്തു പോയാൽ പിന്നെ തടയുന്നത് വളരെ പാടാണ്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പെട്ടെന്ന് മാറ്റാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ അതിന് സമയം എടുക്കും. അതിന് മുമ്പ് ഇത് പറത്തും. അതായത് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് നമുക്ക് പൂട്ടാൻ പറ്റില്ല. ടെലിഗ്രാമിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നില്ലെന്ന് വെച്ചോ, നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ട് ആരെങ്കിലും, PUBG പോലുള്ള ഗെയിം, കുറെ ഗെയിം ഉണ്ട്, ഗെയിമിൽ ചാറ്റ്സ് ഉണ്ട്. ഈ ചാറ്റിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്താൽ അതിനെല്ലാം ബാൻ ചെയ്യുമോ? ലക്ഷക്കണക്കിന് ഗെയിമില്ലേ. ഇപ്പൊ ആൾക്കാർ ഭയങ്കര സൂത്രക്കാരാണ്, പണ്ടത്തെ പോലെ അല്ല. ഗെയിമിനകത്തോടാണ് എൻക്രിപ്റ്റഡ് മെസ്സേജ് വിടുന്നത്, മനസ്സിലായോ? ഇപ്പൊ ഈ നാർക്കോ ഡീലൊക്കെ നടക്കുന്നവര് വാട്സപ്പും ടെലിഗ്രാമിന് പകരം ഗെയിമിന്റെ ചാറ്റിനകത്ത് അയച്ചാൽ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും? അതൊരു ഐഡിയ ആയിട്ട് ആരും കാണണ്ട, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇപ്പം ന്യൂസ് കണ്ടില്ലേ, 3 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തേക്കുന്ന ടീച്ചർമാരാ 3 പേര്. ഓക്കെ, ക്ലിയർ? ഫോർമുലേറ്റ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സർവീസ് ലെവൽസ് ടു ബോത്ത് IT ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ IT, ഈ നന്ദൻ നീൽക്കനിയൊക്കെ എടുക്കാനുള്ള കാരണം അതാ. ഇതിനകത്തുള്ള സൈബർ സൈഡ്, ഡിജിറ്റൽ സൈഡ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്, ലീക്ക് വരാതിരിക്കുക. ഓക്കെ, പിന്നെ പണിഷ്മെന്റ് ആൻഡ് പെനാൽറ്റി ഞാൻ പറഞ്ഞു, 5 വർഷം ഇൻ പ്രസൺ ആൻഡ് ഫൈൻ അപ് ടു 10 lakh ആയിരുന്നു. ഇപ്പൊ അത് കൂട്ടാനുള്ള കാര്യമാണ് പറയുന്നത്. ഇഫ് ദ കൺവിക്ട് ഫെയിൽസ് ടു ഫെയിൽ ഫൈൻ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അഡീഷണൽ ഫൈൻ പണിഷ്മെന്റ് കിട്ടും അക്കോർഡിംഗ് ടു BNS. ഓക്കെ, പിന്നെ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉള്ള ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർ, എനി ഏജൻസി, ഓർഗനൈസേഷൻ, പ്രൊവൈഡർ ഓഫ് സപ്പോർട്ട് ഓഫ് എനി കമ്പ്യൂട്ടർ റിസോഴ്സ് which is engaged in the public examination authority for conduct of the examination. അതായത് ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു തരത്തിൽ NTA പോലുള്ള ബോഡിയെ സഹായിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ നമ്മൾ എന്ത് പറയും? സർവീസ് പ്രൊവൈഡേഴ്സ്. ഇവർക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് 1 കോടി വരെ ഫൈൻ അടിച്ച് കിട്ടാം. ഓക്കെ, ആൻഡ് പ്രപ്പോർഷനേറ്റ് കോസ്റ്റ് ഓഫ് എക്സാമിനേഷൻ ഷാൽ ഓൾസോ ബി റിക്കവേർഡ് ഫ്രം ഇറ്റ്. ഓക്കെ, ഒരു എക്സാമിന് ഇവർക്ക് 1 കോടി രൂപ ഫൈനും കിട്ടും, പിന്നെ എക്സാം നടത്താൻ വരുന്ന പൈസയുടെ ചെലവിൽ നിന്ന് കുറെ ഭാഗം കൂടി ഇവരുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ഇഫ് ദ സർവീസ് പ്രൊവൈഡർ ഈസ് ഇൻവോൾവ് ഇൻ ഇല്ലീഗൽ പെൻ. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, അതായത് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 വർഷത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പബ്ലിക് എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർക്ക് റോൾ ഉണ്ടാവില്ല. 4 അല്ല വേണ്ടത്, 1 തവണ ഇവർ മനഃപൂർവ്വം ലീക്കായ പിന്നെ ഒരു കാലത്ത് ഇവരെ എക്സാം കണ്ടക്ട് ചെയ്യാൻ സമ്മതിക്കരുത് ഈ സർവീസ് പ്രൊവൈഡർ. പക്ഷേ ഈ ബില്ലിൽ എന്താ പറഞ്ഞേക്കുന്നത്? സർവീസ് പ്രൊവൈഡർ ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 4 വർഷം അവർക്ക്, ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പം എക്സാമിൽ കോപ്പി അടിച്ചാൽ ബാർ ചെയ്യും കുറച്ച് വർഷത്തേക്ക് യൂണിവേഴ്സിറ്റി, അതുപോലുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷനിൽ ആരായിരിക്കും? ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ ലെവലിൽ താഴാത്ത ഒരാൾ വേണം ഇത് ഇൻവെസ്റ്റിഗേറ്റ്. അതായത് സാധാ ഇൻസ്പെക്ടറിനൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ദ ഗവൺമെന്റ് മേ ട്രാൻസ്ഫർ ദ ഇൻവെസ്റ്റിഗേഷൻ ടു എനി സെൻട്രൽ ഏജൻസി, CBI കൊണ്ടോ അതുപോലെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഇതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഇതിനകത്ത് അധികം എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. എന്നാൽ പോലും നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ കാര്യം അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എന്തുണ്ട്? ഒരു നന്ദൻ നീൽക്കനി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, നന്ദൻ നീൽക്കനി കമ്മിറ്റി. ഓക്കെ, നീൽക്കനി ടു ലീഡ് ടാസ്ക് ഫോഴ്സ് ഓൺ എക്സാംസ്. അപ്പം പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു? UIDAയുടെ മുമ്പത്തെ ചെയർമാൻ ഈ നന്ദൻ നീൽക്കനി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോംബെയിൽ നിന്ന് IIT നിന്ന് പാസ്സായ ആളാണ്. ഓക്കെ, പിന്നെ അത് എനിക്ക് ഇൻഫോസിസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതൊന്നും എഴുതിയെടുക്കണ്ട. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? UIDA ഇല്ല, നമ്മുടെ ആധാറിന്റെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി, അതിന്റെ ഫൗണ്ടിങ് ചെയർമാൻ ആയിരുന്നു. അത് മാത്രമല്ല, ഇദ്ദേഹം എന്തിന്റെ കൂടെ വർക്ക് ചെയ്തെന്നറിയോ? UPI അതുപോലെ ഡിജിറ്റൽ പേയ്മെന്റിന്റെ NCP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം വർക്ക് ചെയ്ത ആൾ. അപ്പൊ അതിന്റെ ഡിജിറ്റൽ സൈഡ് സ്ട്രോങ് ആക്കാൻ കൂടാണ് ആര് വന്നിരിക്കുന്നത്? നന്ദൻ നീൽക്കനി. പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കിക്കേ,
ഇതിനകത്തുള്ളവരെല്ലാം തന്നെ എക്സ്പേർട്സ് ആണ്. ഓക്കെ, അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് വന്നിരിക്കുന്നതെല്ലാം ഇതിനു മുമ്പും ഇതുപോലുള്ള സിസ്റ്റങ്ങളിൽ ഇരുന്ന ആൾക്കാരാണ്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ഹിയർ. ഇതിനകത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കേ ആരൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന്. മൾട്ടി ഡിസിപ്ലിനറി പാനലാണ് ഇതിനകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സയൻസ് ആൻഡ് ടെക്കിന്റെ പെർസ്പെക്റ്റീവും എല്ലാം തരാൻ വേണ്ടി കമ്മിറ്റിയിൽ നന്ദൻ നീൽക്കനി ഉണ്ട്. അതുപോലെ ഇസ്രോയുടെ നേതൃത്വ ചെയർമാൻ എസ് സോമനാഥ് ഉണ്ട്. IB ഡയറക്ടർ, മുൻ IB ഡയറക്ടറായ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറായ തപ്പൻ ദേക്ക, IIT മദ്രാസിന്റെ ഡയറക്ടറായ V കാംകോട്ടി, ഫോർമൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്കൽ എക്സ്പേർട്ടായ അമൃത് ലാൽ മീന. ഇവരുടെ പേരൊന്നും പഠിക്കണ്ട. പക്ഷേ എല്ലാ രീതിയിലും ഈ എക്സാമിനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് പല ഫീൽഡിലുള്ള എക്സ്പേർട്ടിനെ കൊണ്ട്. ലോജിസ്റ്റിക്സ്, അതായത് എക്സാം പേപ്പർ ക്രിയേറ്റ് ചെയ്തതിന് പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക, ഓക്കെ, ക്വസ്റ്റ്യൻസ് സ്റ്റോർ ചെയ്ത് വെക്കുക, അത് ട്രാൻസ്ഫർ ചെയ്യുക, പ്രിന്റ് എടുക്കുക, ഈ സ്റ്റേജ് എല്ലാം ഉണ്ട്. ഈ സ്റ്റേജിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ ലീക്ക് ആകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻസ് നമ്മൾ എടുത്തിരിക്കണം. മനസ്സിലായോ? ക്ലിയർ? അപ്പം ഇതിനു വേണ്ടിയാണ് ഈ നന്ദൻ നീൽക്കനി കമ്മിറ്റിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടി ഈ കമ്മിറ്റി, ഈ ബില്ലും ഒക്കെ? പബ്ലിക്കിന്റെ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ വേണ്ടി. കാരണം പബ്ലിക്കിന്റെ ട്രസ്റ്റ് എന്ത് പറ്റി? ഈ എക്സാം നടക്കുന്നതിന്റെ ഇടയ്ക്ക് പബ്ലിക്കിന്റെ ട്രസ്റ്റ് പോയി. ജനങ്ങൾക്ക് ഇപ്പൊ എന്തില്ല? വിശ്വാസമില്ല. ഓക്കെ, ക്ലിയർ? അത് നമ്മളൊരു വാക്ക് ഉപയോഗിക്കും, സോഷ്യൽ ക്യാപിറ്റൽ. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ സമൂഹത്തിലുള്ളവർക്ക് പരസ്പരമുള്ള ട്രസ്റ്റ്, ഗവൺമെന്റിലുള്ള ട്രസ്റ്റ്. ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. പബ്ലിക് ട്രസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. പിന്നെ ഈ ലീക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം എന്താ നടക്കുന്നത്? സൈക്കോളജിക്കലി കുട്ടികളെ ഒത്തിരി ഇത് എഫക്ട് ചെയ്യും, എക്കണോമിക്കലി അവരെ എഫക്ട് ചെയ്യും. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? പരിഹരിക്കണം. പിന്നെ മൂന്നാമത് ഞാൻ എന്താ പറഞ്ഞത്, ഇതൊരു ഡിറ്ററൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ദിസ് വിൽ ആക്ട് ആസ് എ ഡിറ്ററൻസ്. ഡിറ്ററൻസ് പറഞ്ഞാൽ ഇനി ആൾക്കാർ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് തടയും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇൻഫർമേഷൻ തരാം. ഐ ഹാവ് ജോട്ടഡ് ഡൗൺ സം ഇൻഫർമേഷൻ. ഇത് ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിലുള്ളതല്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് വന്നതാണ്. കാരണം എനിക്കിത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് പോയിന്റേഴ്സ് ഐ ഹാവ് ജോട്ടഡ് ഡൗൺ. സ്ലൈഡിൽ ഇല്ല, കാരണം എല്ലാം എനിക്ക് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഐ ഹാവ് ജോട്ടഡ് ഡൗൺ ഫ്യൂ തിങ്സ്. ഓക്കെ, ക്ലിയർ? ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എക്സാമിന്റെ ഒരു പ്രശ്നം വെച്ചാൽ NTA പോലുള്ള അതോറിറ്റിയുടെ ഒരു പ്രശ്നം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്ന, ഇതിന് സ്വന്തമായിട്ട് എല്ലാ രീതിയിലുള്ള ഡിജിറ്റൽ സെറ്റപ്പ് ഇല്ല. അപ്പൊ പല കാര്യങ്ങളും ഇത് എന്താ ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ആണ് ചെയ്യുന്നത്. പല ടെക്നോളജി ആണെങ്കിലും പല എക്സ്പേർട്സിനെ ആണെങ്കിലും അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അവരുടെ ഒക്കെ സൈഡിൽ നിന്ന് എന്തിന് സാധ്യതയുണ്ട്? ലീക്കേജിനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ കുറച്ച് ടേംസ് എഴുതാം, എന്നിട്ട് ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ. നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടേംസ് എഴുതി തരാൻ ഞാൻ. അത് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പേപ്പർ ലീക്കിനെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഇറോഷൻ ഓഫ് മെറിറ്റോക്രസി. പേപ്പർ ലീക്കിനെ നമ്മൾ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എൻ ഇറോഷൻ ഓഫ് മെറിറ്റോക്രസി. എന്തുകൊണ്ട് അതിന് ഇറോഷൻ ഓഫ് മെറിറ്റോക്രസി എന്ന് പറയുന്നത്? വൈ ഇറ്റ് ഈസ് കോൾഡ് സോ? ഈ ഗവൺമെന്റ് എക്സാം ഉണ്ടല്ലോ, ഗവൺമെന്റ് എക്സാംസ്. ഓക്കെ, ഗവൺമെന്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ സോഷ്യൽ മൊബിലിറ്റി. ഓക്കെ, സോഷ്യൽ മൊബിലിറ്റിക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഗവൺമെന്റ് എക്സാം സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇക്വലൈസർ ആണെന്ന് നിങ്ങൾക്ക് പറയാം. സോഷ്യൽ ഇക്വലൈസർ ആണെന്നുള്ള പറയാം. സോഷ്യൽ ഇക്വലൈസർ എന്താ അതിന്റെ അർത്ഥം? ഗവൺമെന്റ് എക്സാമുകൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, വാട്ട് ഡസ് ഇറ്റ് മീൻ? പ്രൈമറി ഇക്വലൈസർ ഫോർ, ഇറ്റ് ഇസ് എ പ്രൈമറി ഇക്വലൈസർ ഫോർ സോഷ്യോ എക്കണോമിക് മൊബിലിറ്റി. അതായത് പലർക്കും ഗവൺമെന്റ് എക്സാം അവരുടെ സ്റ്റാറ്റസ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഗവൺമെന്റ് എക്സാം എഴുതിയിട്ടായിരിക്കും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നടന്നില്ല. മെറിറ്റിനെ അല്ലേ നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. മെറിറ്റ് എന്ന് വെച്ചാൽ ഞാൻ മിടുക്കനാണെങ്കിൽ ഞാനൊരു ഗവൺമെന്റ് എക്സാം എഴുതി പാസ്സാവുന്നു. ആ ഗവൺമെന്റ് എക്സാമിലൂടെ ഞാനും എൻ്റെ കുടുംബവും കൂടെ ചിലപ്പോൾ രക്ഷപ്പെടും. ആ ഒരു ആസ്പെക്റ്റിനെ അല്ലേ പേപ്പർ ലീക്ക് തടയുന്നത്? മെറിറ്റോക്രസിക്ക് എതിരല്ലേ? മെറിറ്റോക്രസി എന്ന് പറഞ്ഞാൽ നമുക്ക് മെറിറ്റ് ഉണ്ട്, നമ്മൾ മിടുക്കന്മാരായ മിടുക്കുകളും ആയതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാറ്റസ് മാറും, നമ്മൾ സോഷ്യലി മൊബൈൽ ആവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് പല സ്കീമുകളും. ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയട്ടെ, ഇത് പോകുന്ന വഴിയാ പോയിട്ട്. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്താ അറിയോ? നിങ്ങളുടെ പരീക്ഷയുടെ അടുത്ത സമയത്ത് ഇങ്ങനെയുള്ള സമരങ്ങളും സാധനങ്ങളും ഒന്നും
നടക്കരുതെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു വന്നത് മറന്നുപോയി. മെറിറ്റോക്രസിയാണ്. നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ച് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആണ്. അപ്പൊ അതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് ഇത്. എന്ത്? പേപ്പർ ലീക്ക്. അപ്പൊ ഇങ്ങനെ ജാർഗൻസ് തന്നെ എന്തിനാ? ഇങ്ങനെ എഴുതിക്കോളൂ. ഇറ്റ് ഈസ് എ പ്രൈമറി, അതായത് എക്സാംസ്, ഗവൺമെന്റ് എക്സാംസ് കണ്ടക്ടഡ് ബൈ ഗവൺമെന്റ് ആർ എ പ്രൈമറി ഈക്വലൈസർ ഫോർ social mobility in India. Okay, primary equalizer for social mobility in India. Socio-economic എന്ന് എഴുതിക്കോ. Socio-economic mobility in India. കാര്യം മനസ്സിലായോ? ഇനി നമുക്കിത് ഭരണഘടനയായിട്ട് ലിങ്ക് ചെയ്യണം. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് ആർട്ടിക്കിൾ 14 16 ലിങ്ക് ചെയ്തോടെ. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നീറ്റിന്റെ പേപ്പർ ലീക്കായി. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു. ഒരു പാവപ്പെട്ട പയ്യനെയും ഒരു പൈസക്കാരൻ പയ്യനെയും ഇത് രണ്ട് രീതിയിലാണ് ബാധിക്കുന്നത്. സൈക്കോളജിക്കലി ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കാശുള്ളവർക്ക് ഒരു കുഷ്യൻ ഉണ്ട്. അതായത് അവർക്കൊരു സേഫ്റ്റി ഉണ്ട്. അതായത് ഇപ്പൊ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ അവന്റെ വീട്ടിൽ പറ്റും. പൈസ ഇല്ലാത്തവനോ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ അവന് പറ്റില്ല. അവന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവിടുത്തെ കോഴ്സിൽ കയറണം. അവന് ഒരു വർഷം കൂടെ താങ്ങി നിർത്താൻ അവന്റെ ഫാമിലിക്ക് ചിലപ്പോ കഴിയില്ല. അപ്പം പേപ്പർ ലീക്ക് വരുമ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി ബാധിക്കുന്നോ? പേപ്പർ ലീക്ക് എല്ലാവരും ഒരുപോലെയല്ല ബാധിക്കുന്നത്. ഫിനാൻഷ്യലി സ്ട്രോങ് ആയ ഒരുത്തൻ, അല്ലെങ്കിൽ പേപ്പർ ലീക്ക് വന്നിട്ട് നീറ്റിന് കുറച്ച് മാർക്ക് അടുത്ത തവണ പോയാലും ഡൊണേഷൻ കുഴിച്ച് അവന് സീറ്റ് മേടിക്കാം. അപ്പൊ ഈ പേപ്പർ ലീക്ക് ഇക്വാലിറ്റിക്ക് എതിരാണ്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 14. പിന്നെ ആർട്ടിക്കിൾ 16 എന്താ? റൈറ്റ് ടു എംപ്ലോയ്മെന്റിന്റെ ഇക്വാലിറ്റി ഉണ്ട്, അതിനും എതിരാണ്. അപ്പൊ ഈ പേപ്പർ ലീക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ 16. ഇത് എഴുതി വെച്ചോ, UPSC ഇങ്ങനെയൊക്കെ ചോദിച്ചു കളയാം. പേപ്പർ ലീക്ക് ഏതൊക്കെ ആർട്ടിക്കിളുമായിട്ട് ബന്ധമുണ്ട് നമുക്ക് ശരിക്കും ചിന്തിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനെ നമുക്ക് വിളിക്കുന്ന വേറൊരു ഐഡിയ, ഇതിന്റെ കൂടെ ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ അല്ലേ? പിന്നെ ചിലർ ഇതിനെ വിളിക്കുന്ന ഇതിന്റെ വേറൊരു പ്രശ്നം വെച്ചാൽ മാക്രോ എക്കണോമിക് ബ്ലീഡ്. അതായത് ഈ നീറ്റ് പേപ്പർ ക്യാൻസൽ ആവുന്നു, നമ്മൾ പിന്നെയും കോച്ചിങ്ങിന്റെ അടുത്ത് പോകുന്നു, പിന്നെയും പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ ഒരു വർഷം കൂടെ പോകുന്നു, പിന്നെയും കയ്യിലെ പൈസ പോകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? മാക്രോ എക്കണോമിക് ബ്ലീഡ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതൊരു ഷാഡോ എക്കണോമി. ഞാൻ എൻ്റെ സ്വന്തം നെഞ്ചത്ത് കുത്തുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് പറയുമ്പോൾ. ഇതൊരു ഷാഡോ എക്കണോമിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്താ ഷാഡോ എക്കണോമി? ആർക്കാ ഈ പേപ്പർ ലീക്കായ വലിയ നഷ്ടമൊന്നും ഇല്ലാത്ത അൺപ്രഡിക്റ്റബിൾ എക്സാം സൈക്കിൾ ആണ്. പേപ്പർ ലീക്കായ ആർക്കാ പിന്നെയും കാശുണ്ടാക്കാൻ പറ്റുന്നത്? ഒച്ചത്തിൽ പറ. അധ്യാപകരൊന്നും അല്ല, ഞങ്ങൾ പാവങ്ങള് വന്ന് പഠിപ്പിച്ചു വന്നു. കോച്ചിങ് ഇൻഡസ്ട്രി ഒരു മാഫിയായി മാറുകയാണെന്നാണ് പലരും പറയുന്നത്. ഓക്കെ, സോ അതായത് ബാച്ച് ഉണ്ടാവും, റിപ്പീറ്റർ ബാച്ച് ഉണ്ടാവും, എക്സ്പേർട്ട് ബാച്ച് ഉണ്ടാവും, സ്പെഷ്യൽ ബാച്ച് ഉണ്ടാവും, ആ ബാച്ച് ഉണ്ടാവും, ഈ ബാച്ച് ഉണ്ടാവും. അപ്പം ഇങ്ങനെ വരുമ്പോ എന്ത് പറ്റും? നമ്മൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊരു ഷാഡോ എക്കണോമിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾ നോട്ട് ഗുഡ്. നിങ്ങൾ ആകെ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുമ്പോൾ ഒരു ഡേറ്റയും കൂടെ ഞാൻ പറഞ്ഞത്, നമ്മുടെ NCRB എന്താ? നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ. അവരുടെ ഒരു ഡേറ്റ അനുസരിച്ച് സ്റ്റുഡൻസിന്റെ രാജ്യത്തെ സൂയിസൈഡിന്റെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ, രാജ്യത്തിന്റെ സൂയിസൈഡിലെ 8.5% കുട്ടികളാണ്, സ്റ്റുഡൻസ്. ഇപ്പൊ NCRT അല്ല, NCRB നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിൽ നടക്കുന്ന സൂയിസൈഡ്സിന്റെ 8.5% ആരാ? സ്റ്റുഡൻസ് ആണ്. അതൊരു വറിയിങ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ട്രാജിക് ഹ്യൂമൻ കോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് സൂയിസൈഡ്സിന്റെ ഡേറ്റ. നീറ്റുമായിട്ട് ഇതിനെ നമുക്ക് ലിങ്ക് ചെയ്തൂടെ? നീറ്റിലും എനിക്ക് തോന്നുന്നു 10-22 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു വിഭാഗത്തെ ഇത് ഇനീക്വാളിറ്റി പറയുമ്പോൾ വേറൊരു വിഭാഗത്തെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് സ്ത്രീകൾ, വുമൺ, പെൺകുട്ടികൾ. ഇതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടാൽ അവർ ചിലപ്പോൾ മാരേജിലേക്കോ ആ പ്രഷറുകളിലേക്കോ ഒക്കെ പോയി പിന്നെ അവർക്ക് ഈ എക്സാം മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. നീറ്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ജനറൽ എക്സാംസ്. ഓക്കെ, പിന്നെ ഇത് പബ്ലിക് ട്രസ്റ്റിന്റെ ബ്രീച്ച് ആണ്. ആ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒറ്റ ഒരു കമ്മിറ്റി, ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം, ഇനിയും വന്നാൽ ഞാൻ പഠിപ്പിക്കും. അതുപോലുള്ള എക്സാംസിന്റെ കാര്യങ്ങളിൽ നോമിനേഷൻ കൊടുത്തിരുന്നു. കമ്മിറ്റിയുടെ പേര് എഴുതിയേക്കുക,
കെ രാധാ 2024 വന്ന അതിന്റെ റെക്കമെൻഡേഷൻസ് ഒന്ന് പഠിച്ചു പോണേ. അണ്ടർസ്റ്റുഡ്? ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, ഒരു പേജ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒന്ന് നോക്കിപ്പോണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ബില്ല് മാത്രമല്ല, കുറച്ച് ടെക്നിക്കൽ ജാർഗൻസ്, മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ടീച്ചറിന് ഏറ്റവും പാടുള്ള സംഭവമാണ് ഇത്. കാരണം പോളിറ്റി ആണെങ്കിൽ ഞാൻ എൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യും, ബട്ട് വർഷങ്ങളായി ഞാൻ പഠിപ്പിക്കുന്നതാ. ഇതിന് ഏത് ടീച്ചർ വന്നാലും എനിക്ക് പഴയ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാം, കാരണം വർഷങ്ങളായിട്ടുള്ള കറണ്ട് അഫയർ എനിക്കറിയാം. പക്ഷെ എല്ലാ ആഴ്ചയും ഞാനും ഫോളോ ചെയ്യണം നിങ്ങളുടെ കൂടെ. ഓക്കെ, എത്ര നാൾ ഞാൻ കറണ്ട് അഫയർ പഠിപ്പിക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ വേറെ ടീച്ചർ വരാം. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു നാക്കിലേക്ക് എത്തണം. ഓക്കെ, തന്നെ കറണ്ട് അഫയർ ചെയ്യണം. ഞാൻ പഠിപ്പിക്കും, അത് ഇവിടെ എന്തായാലും കറണ്ട് അഫയർ ക്ലാസ് മുടങ്ങൂല. അപ്പൊ എനിക്കൊന്ന് ഇടയ്ക്ക് സിറാജുദ്ദീൻ സാറ് പഠിപ്പിക്കും. രണ്ടുപേരുടെ അപ്രോച്ച് ഡിഫറെന്റ് ആയിരിക്കും. സാർ എനിക്കൊന്ന് കുറച്ചുകൂടെ നമ്പർ ഓഫ് ഇത് കവർ ചെയ്യും. ആണോ? അങ്ങനെയാണോ? ആർട്ടിക്കിൾസ് കൂടുതലാണോ കവർ ചെയ്യുന്നത്? എന്നെക്കാട്ടി കുറവാണോ? എന്നെക്കാട്ടി കുറവാ? 5 എണ്ണം. ഡീറ്റെയിൽ ആയിട്ട് പോവോ ഇതുപോലെ? ഞാൻ ചോദിക്കാൻ കാരണമൊന്നുമല്ല, നമുക്ക് നിങ്ങളുടെ റിവ്യൂ അറിയാൻ വേണ്ടിയാ. ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. ഞാൻ ചിലർ പരാതിയുണ്ട്, ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുള്ള പരാതിയുണ്ട്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? പക്ഷെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുകയോ ഏതെങ്കിലും മാഗസിൻ വായിക്കുകയോ ചെയ്താൽ പോരെ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോഴാണ് ഇത് നിങ്ങളുടെ തലയിൽ നിൽക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കൊട്ടുകൊട്ടുമ്പോൾ ഓർമ്മ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് 2 ആർട്ടിക്കിളോടെ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒന്ന് ഫാസ്റ്റ് ആയിരിക്കും. ഇനിയും ഡെങ്കു വാക്സിന്റെ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഈ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ആദ്യത്തെ ഡെങ്കു വാക്സിൻ വരുന്നു. ഓക്കെ, വിത്ത് ക്രൂഷ്യൽ സേഫ്റ്റി കാവിയറ്റ്. ഇതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ 2-3 എണ്ണം ഉണ്ട് കേട്ടോ. ഓൺ ഗാർഡ് ഓൺ ഇന്ത്യാസ് ആൻഡ് ദ കുഡുംഗ ഡെങ്കു വാക്സിൻ 2-3 ആർട്ടിക്കിൾ വന്നുകൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് തന്നെ പഠിക്കാൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ ആഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ആർട്ടിക്കിൾ വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതൊന്ന് പഠിപ്പിച്ചേക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് തന്നെ വായിച്ചാൽ ചിലപ്പോൾ കത്താത്ത കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ പഠിപ്പിച്ചേക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യം ഡെങ്കു എന്ന് പറയുമ്പോൾ ഡെങ്കുവിനെ പറ്റി ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഡെങ്കു കോസ് ചെയ്യുന്നത് എന്താ? ഡെങ്കു ഇസ് എ മോസ്കിറ്റോ ബോൺ വൈറൽ ഇൻഫെക്ഷൻ. അപ്പൊ ഇതൊരു പാരസൈറ്റ് ഒന്നുമല്ല. മലേറിയ കോസ് ചെയ്യുന്ന ആരാ? പാരസൈറ്റ് ആണ്. ഓക്കെ, ഇതെന്താ കോസ് ചെയ്യുന്നത്? ഇതിനെ കോസ് ചെയ്യുന്നത് വൈറസ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ഫ്ലൂ ലൈക്ക് കണ്ടീഷൻസ് ഉണ്ടാകും. സിവിയർ കേസസിൽ മരണം വരെ സംഭവിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് എന്ത് കാരണമാണ്? ഇതൊരു വൈറസ്, ബാക്ടീരിയ അല്ല, ഇതൊരു വൈറസ് ആണ്. ഡെങ്കു വൈറസ് അല്ലെങ്കിൽ ഫ്ലാവി വൈറസ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലാവി വൈറസ്. ഡെങ്കു വൈറസ് ഏത് ടൈപ്പ് വൈറസാ? ഒരു ടൈപ്പ് ഫ്ലാവി വൈറസ്. നിങ്ങൾ അതിന്റെ വൈറോളജിയിലേക്ക് ഒന്നും പോണ്ട. ഡെങ്കു വൈറസ് ആണ് ഡെങ്കു കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡെങ്കു വൈറസ് ഏത് ടൈപ്പ് വൈറസാ? ഒരു ഫ്ലാവി വൈറസ് ആണ്. അതൊന്നും അറിഞ്ഞിരിക്കുക. ഇനി ഡെങ്കു പല സ്ട്രെയിനുകളുണ്ട്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇതൊന്നുകൂടെ പറയും. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറോണ പല ടൈപ്പ് ഉണ്ടെന്ന് പറയത്തില്ലേ, മ്യൂട്ടേഷൻ വന്ന്. അപ്പൊ DEN-V1, DEN-V2, DEN-V3, DEN-V4 എന്ന് പറയുന്ന 4 എന്തുണ്ട്? 4 സീറോ ടൈപ്സ് ഉണ്ട് ഡെങ്കുവിന്റെ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, ക്ലിയർ? കാരണം ഇതിനെ പറ്റിയ ന്യൂസ്. ഇനി 1779 ഇതൊന്നും പഠിക്കണ്ട, ഞാൻ വെറുതെ വായിച്ചിടാം. ആദ്യം എവിടാ? ബട്ടാവിയ എന്ന് പറഞ്ഞ സ്ഥലം സ്പ്രെഡ് ചെയ്തൊരു വൈറൽ ബോൺ മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. ക്ലിയർ? ഡെങ്കു. ക്ലിയർ? അപ്പൊ ഡെങ്കു വന്നു കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് എന്താ? ഹൈ ഫീവർ വരാം, സിവിയർ ഹെഡേക്ക് വരാം, കണ്ണിന്റെ പുറകിൽ പെയിൻ വരാം, മസിൽ ആൻഡ് ജോയിന്റ് പെയിൻ വരാം, റാഷ് വരാം, ബ്ലീഡിങ്ങും ഷോക്കും ഓർഗൻ ഫെയിലിയേഴ്സും എല്ലാം സംഭവിക്കും. ആർക്കെങ്കിലും ഡെങ്കു അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, അടിക്കാതിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഡെങ്കു വൈറസിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമ്മുടെ ഇപ്പോഴത്തുള്ള ന്യൂസിലെ നമ്മുടെ വാക്സിൻ ഏതാ? നമുക്ക് രോഗം ഒന്നുകിൽ വന്നതിന് ശേഷം ചികിത്സിക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? നേരത്തെ വാക്സിൻ എടുക്കുക. നമ്മുടെ മലേറിയക്ക് ഇടയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടുന്ന ക്വിനീൻ എന്ന് പറഞ്ഞ ഡ്രഗ്. ക്വിനീൻ ശരിക്കും മലേറിയയുടെ സാധനം ഐഡന്റിഫൈ ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരനല്ല, ഇന്ത്യൻ മെഡിക്കൽ സർവീസിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അത് വിടുക. മലേറിയ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അത് പാരസൈറ്റ് കാരണവും ഇത് ഒരു വൈറസുമാണ്. ബോത്ത് ആർ ഡിഫറെന്റ്. ഇനി നമ്മുടെ ന്യൂസിലുള്ള വാക്സിൻ ഏതാ? ക്യുഡെങ്ക അല്ലെങ്കിൽ
TAK-003. ജപ്പാനിലെ ടക്കേഡ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് കൊണ്ടുവരുന്നത്. ടക്കേഡ എന്ന് പറഞ്ഞ കമ്പനി. പല കൺട്രികളും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രൂവ് ചെയ്തിട്ടുണ്ട്. WHO അപ്രൂവ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് വാക്സിൻ? ഇത് ഞാൻ ഇപ്പൊ പഠിപ്പിക്കില്ല, പക്ഷെ സയൻസ് ആൻഡ് ടെക്കിൽ നിങ്ങൾ അറിയണം. വാക്സിൻ പല ടൈപ്പ് ഉണ്ട്. ഇത് ഏത് ടൈപ്പ് വാക്സിനാ? ലൈവ് അറ്റന്യൂവേറ്റഡ് ടെട്രാവാലന്റ് വാക്സിൻ. ലൈവ് അറ്റന്യൂവേറ്റഡ് ടെട്രാവാലന്റ് വാക്സിൻ. 2 ഡോസുകളുണ്ട്, 3 മാസത്തിന് ഇടയ്ക്ക് എടുക്കേണ്ടത്. 4 തൊട്ട് 60 വയസ്സ് വരെയുള്ളവർക്ക് എടുക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട. ഇതിന് മുമ്പുള്ള ഡെങ്കു വാക്സിൻസ് ആണ് എഴുതിയേക്കുന്നത്. എന്താ? ഡെങ്കു വാക്സിയ, TB003, ബ്യൂട്ടൻടാൻ DV, mRNA സബ് യൂണിറ്റ് വാക്സിൻസ്. പല ടൈപ്പ് വാക്സിൻസ് ഉണ്ട്. നിങ്ങൾ ഈ ടെക്നോളജി പഠിച്ചു വെക്കണം. mRNA എന്താണ്? ഓക്കെ, mRNA ടെക്നോളജി ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ബയോടെക്നോളജി പഠിക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ കേസിലെ പ്രതി ആരാ? ഇപ്പോ ക്യുഡങ്കിയാണ്. ഓക്കെ, ഞാൻ തമാശക്ക് പറഞ്ഞാണ്. ദിസ് ഇസ് ദ വാക്സിൻ ഇൻ ന്യൂസ്. നമുക്ക് ഇത്രയും പഠിച്ചാൽ പോരാ, നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഡെപ്തിൽ ഇറങ്ങണം. ഓക്കെ, കാരണം ന്യൂസിൽ കുറച്ച് ഡെപ്ത് ഉണ്ട്. ഇനി ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഡെങ്കു, എല്ലാ കൊതുകും ഡെങ്കു വൈറസിനെ ക്യാരി ചെയ്യില്ല. ഏതൊക്കെ ഇതാണ്? ഈഡിസ് ഈജിപ്റ്റി, അല്ലെങ്കിൽ ഈഡിസ് വേറൊരു അൽബോ പിക്ടസ്. ഈഡിസ് ഈജിപ്റ്റി ആണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ന്യൂസിലൊക്കെ ആണ് ഈഡിസ് ഈജിപ്റ്റി കൊതുക്. വീട്ടിൽ ചുറ്റും വെള്ളം സൂക്ഷിക്കരുത്, അഴുക്ക് സൂക്ഷിക്കരുത്, വെള്ളം മാറ്റണം, അല്ലെങ്കിൽ ഈഡിസ് മോസ്കിറ്റോ പെരുകും, ഡെങ്കു ഉണ്ടാവും. അപ്പൊ ഡെങ്കു പരത്തുന്ന മോസ്കിറ്റോകൾ ഏതാ? ഈഡിസ് ഈജിപ്റ്റിയും ഈഡിസ് ആൽബോപിക്ടസ്. ഓക്കെ, ക്ലിയർ ആയോ? നോർമലി ഇത് കൊതുക് വഴിയാണ് വരുന്നത്, പക്ഷെ ചില കേസിൽ മാത്രം. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ UPSC ചോദിക്കും, ഡെങ്കു ഓൺലി സ്പ്രെഡ്സ് ത്രൂ മോസ്കിറ്റോസ്. അല്ല, ഡെങ്കു റെയർ കേസിൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, പ്രഗ്നൻസി സമയത്തോ ബ്രസ്റ്റ് ഫീഡിന്റെ സമയത്ത് വരാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ വരാം. ഓക്കെ, ഇൻ ഏരിയാസ് വിത്ത് ഓർഗൻ ട്രാൻസ്മിഷൻ. പിന്നെ ഓർഗൻ ഓർ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ റെയറാണ്. ഓക്കെ, ഓർഗൻ ടു ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ റെയർ ആണ്, സംഭവിക്കാം. പിന്നെ ലാബോറട്ടറിയിലെ എക്സ്പോഷർ കാരണം റെയർ ആയിട്ട് ഇത് വരാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഡെങ്കു ഒരിക്കലും ഒരാളിൽ നിന്ന് വേറെ ആളിലേക്ക് കഫിങ്ങിലൂടെയോ സ്നീസിങ്ങിലൂടെയോ ടച്ചിങ്ങിലൂടെയോ കാഷ്വൽ കോണ്ടാക്റ്റിലൂടെയോ പകരില്ല. മനസ്സിലാക്കിയോ? ഇത് UPSC ചോദിക്കാം. ഓക്കെ, ക്ലിയർ? ഞാൻ പറഞ്ഞു ഇതിന് 4 സീറോ ടൈപ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ DENV1, DENV2, DENV3 ആൻഡ് DENV4. ഇവിടാണ് കുറച്ച് ഇതിനകത്ത് ഞാൻ പറഞ്ഞ ടെക്നിക്കൽ എക്സ്പ്ലനേഷന്റെ ആവശ്യം വരുന്നതും ഞാൻ ഈ സംഭവം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നത് ഈ സീറോ ടൈപ്സ് കാരണം, ഇതിനകത്തുള്ള ഒരു കോംപ്ലിക്കേഷൻ കാരണം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, കാരണം ഞാൻ ഡോക്ടർ അല്ല, MBBS അല്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഇതിന് 4 സീറോ ടൈപ്സ് ഇല്ലേ? ഞാൻ ആദ്യം ജനറലി ഒന്ന് പറഞ്ഞു, 4 സീറോ ടൈപ്സ് ഉണ്ട്. അപ്പൊ എനിക്കിപ്പോ സപ്പോസ് DENV1 വന്നെന്ന് വെച്ചോ, DENV1 DENV2 വന്നെന്ന് വെച്ചോ, എന്റെ ശരീരം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും? കറുപ്പിനകത്ത് കറുപ്പ് കൊണ്ട് എഴുതിയ ഒന്നും കാണില്ല. എന്റെ ശരീരം ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഫെക്ഷൻ ഉണ്ടാവുന്നല്ല, പ്രതിരോധിക്കാൻ വേണ്ടി ആന്റിബോഡി. ഓക്കെ, പിന്നെ ആ രോഗം പോയതിനു ശേഷം പിന്നെയും ഈ സെയിം DENV2 എന്റെ ദേഹത്ത് അടിച്ചാൽ എന്ത് പറ്റും? എന്റെ ദേഹത്ത് ആന്റിബോഡി ഉണ്ട്. വാക്സിന്റെ ടെക്നോളജി തന്നെ അതല്ലേ, പ്രതിരോധിക്കില്ലേ? ഇല്ലേ? പക്ഷെ ഇതിനകത്ത് ഒരു അപകടം എന്താ അറിയോ നമുക്ക്? എന്റെ ദേഹത്ത് DENV2 വന്നു, എനിക്ക് പനി വന്നു, ഡെങ്കി വന്നു, മാറി. എന്റെ ദേഹത്ത് DENV2ന്റെ ആന്റിബോഡി ഉണ്ട്. എനിക്ക് അടുത്തത് വരുന്നത് DENV3 ആണ്. മനസ്സിലായോ? DENV2 അല്ല വരുന്നത്, DENV3 ആണ്. നിങ്ങൾ DENV1, 2, 3 എന്നുള്ളത് നോക്കണ്ട, ഐഡിയ. എനിക്ക് ഒരു ടൈപ്പ് ഡെങ്കി അടിച്ചു, അതിന്റെ ആന്റിബോഡി ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഡെങ്കി അടിക്കും എനിക്ക്. അടിച്ചു കഴിയുമ്പോൾ എന്റെ ദേഹത്ത് ഏത് ആന്റിബോഡി ഉള്ളത്? മറ്റേ ഡെങ്കുവിന്റെ ആന്റിബോഡിയാ. അത് എന്ത് ചെയ്യും? ഈ ഡെങ്കുവിനെ ഫൈറ്റ് ചെയ്യാൻ നോക്കും, പക്ഷെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കില്ല, കൂടുതൽ വഷളാക്കും. മനസ്സിലായോ? അപ്പം എനിക്ക് DENV2 കിട്ടി, മൈൽഡ് ഓർ സിവിയർ. എന്റെ ശരീരം എന്ത് ചെയ്യും? ഡെവലപ്സ് ലൈഫ് ലോങ് ഇൻവോൾട്ടി ടു DENV2. DENV2ൽ ഇനി എനിക്ക് പ്രശ്നമില്ല. അത് കഴിഞ്ഞ് എനിക്ക് എന്ത് വരുന്നു? എനിക്ക് DENV4 വരുന്നു എന്ന് വെച്ചോ. ഓൾഡ് DENV2 ആന്റിബോഡീസ് ആർ സ്റ്റിൽ പ്രസന്റ്, ഇല്ലേ? എനിക്ക് DENV2 ആണ് ആദ്യം അടിച്ചത്, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ലൈഫ് ലോങ് DENV2ൽ നിന്ന് ഇമ്മ്യൂണിറ്റി, എന്റെ ശരീരത്തെ ആന്റിബോഡി ഉണ്ട് DENV2ന്റെ. DENV4 എനിക്ക് അടിക്കുന്നു. അപ്പൊ എന്റെ ദേഹത്ത് ഓൾറെഡി എന്തുണ്ട്? ഓൾഡ് പഴയ DENV2ന്റെ ആന്റിബോഡി ഉണ്ട്. ഇനി എന്ത് ചെയ്യും? എന്റെ DENV2ന്റെ ആന്റിബോഡി DENV4ലേക്ക് ബൈൻഡ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല? DENV4നെ ന്യൂട്രലൈസ് ചെയ്യില്ല.
അതെന്ത് പ്രശ്നം ഉണ്ടാകുന്ന അറിയോ? ആന്റിബോഡി ഡിപ്പെൻഡന്റ് എൻഹാൻസ്മെന്റ് ഒക്കെ ചെയ്യും. അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണ്ട, പക്ഷെ ഇതൊരു പ്രശ്നമാണ്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് ഡെൻവി 2 അടിക്കുന്നു, എന്റെ ശരീരത്ത് ഡെൻവി 2 എതിരെയുള്ള ആന്റിബോഡി ഉണ്ടാവുന്നു. ജീവിതകാലത്തിൽ ഒരിക്കലും എനിക്ക് ഇനി ഡെൻവി 2 കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര സന്തോഷം, ഇനി എനിക്ക് ഡെങ്കി വരില്ലെന്ന് പറഞ്ഞ് നടക്കുന്നു. അടുത്ത തവണ എനിക്ക് ഡെൻവി 4 അടിക്കുന്നു. അടിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഓൾറെഡി എന്തിനോടുള്ള ആന്റിബോഡി ഉണ്ട്? എതിരെയുള്ള ആന്റിബോഡി ഉണ്ട്, ഡെൻവി 2 ആന്റിബോഡി ഉണ്ട്. ഡെൻവി 2 ആന്റിബോഡി ചാടി ചെന്ന് ഡെൻവി 4 അടിക്കാൻ നോക്കും, എന്നിട്ട് ബൈൻഡ് ചെയ്യും. പക്ഷേ ഡെൻവി 4 ഡെൻവി 2 ആന്റിബോഡിക്ക് കൊല്ലാൻ പറ്റില്ല. പകരം എന്ത് സിംറ്റം ഡെവലപ്പ് ചെയ്യും? ആന്റിബോഡി ഡിപ്പെൻഡന്റ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും. ഹയർ റിസ്ക് ഓഫ് സിവിയർ ഡെങ്കു ഡെങ്കു ഷോക്ക് സിൻഡ്രോംസ്. മനസ്സിലായോ? അപ്പൊ ഡെൻവി 2 അടിച്ച ഒരാൾക്ക് ഡെൻവി 4 വന്നാൽ കൂടുതൽ അപകടം വരും. എനിക്ക് ആദ്യമായിട്ട് ഒരു ഡെൻവി 4 വരുന്നതിനെക്കാട്ടി അപകടമാണ് എനിക്ക് ഡെൻവി 2 അടിച്ചിട്ട് ഡെൻവി 4 വരുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ. അണ്ടർസ്റ്റുഡ് എവരി വൺ? ഓൺലൈൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരു ടെക്നിക്കൽ സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്യാൻ, നിങ്ങളെ ഇത് ഞാൻ പഠിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. ഇത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കത്തൂല. ഓക്കെ, വായിക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കത്താത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നാണ്. ഓക്കെ, ക്ലിയർ? അപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് ഡെങ്കു വാക്സിൻ ആണ് എന്ത്? ഈ ക്യുഡെങ്ക. 4 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള. ഇനി ഇതിന്റെ മേജർ ഇത് ഏത് ശ്രദ്ധിക്കുക, ക്യുഡെങ്ക പ്രൊട്ടക്ഷൻ തരുന്ന ഏതിനാ? ഡെൻവി 1 ഡെൻവി 2 ഡെൻവി 3 4 വലിയ പ്രൊട്ടക്ഷൻ ഇതിന് തരുന്നില്ല. 40ഓളം രാജ്യങ്ങൾ ഇത് അപ്രൂവ് ചെയ്തു 2019 തൊട്ട്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൈം ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 3 ഡോസുകൾ ഉണ്ടാവാം. 80% എഫിക്കസി ഇൻ വാക്സിനേറ്റഡ് ഗ്രൂപ്പ് ആൻഡ് 50% ഇൻ അൺവാക്സിനേറ്റഡ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇവിടെ അതൊരു 2 ഷെഡ്യൂൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രയലും സാധനങ്ങളും ഒന്നും വേണ്ട, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ ഇതിനകത്ത് ഡെൻവി 3 വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അൺസർട്ടൺ. ഇതൊരു പേടിയുണ്ട് നമുക്ക്, എന്നറിയോ? നമ്മൾ ഡെൻവി 2 ഡെൻവി 1 ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല. പക്ഷെ ഇത് അടിച്ചു നിൽക്കുന്ന ഒരുത്തിന് ഡെൻവി 3 വന്നാൽ എന്ത് പറ്റും? പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അവിടാണ് നമുക്ക് ഈ വാക്സിൻ വരുമ്പോൾ ഒരു ടെൻഷൻ. കാരണം ഡെൻവി 1 2 ഓക്കെയാണ്. ഈ ഡെൻവി 1 2 വാക്സിനേഷൻ അടിച്ചോണ്ട് ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഡെൻവി 3 വന്നാൽ എന്ത് പറ്റും? മറ്റേ AD സിൻഡ്രം വരുമോ എന്നുള്ളൊരു പേടി ഉണ്ട്. ഈ ഡെൻവി 3 എല്ലായിടത്തും ഒന്നും ഉണ്ടാവുന്ന ഒരു സാധനം അല്ലായിരുന്നു, കുറവായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് എന്താണ് കൂടി? ഇത് അർബൻ സ്ലമ്മുകളിലൊക്കെ കൂടി. ദാറ്റ് ഇസ് എൻ ഇഷ്യൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കി, തണുത്ത ഏരിയയിൽ കൊതുകൾ അധികം ഇല്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോയാൽ കൊതുകളുടെ എണ്ണം, വണ്ടും സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൊതുവിന്റെ ഇപ്പം നിങ്ങൾ ഉത്തരാഖണ്ഡിലും ആ ഏരിയയിലൊക്കെ പോയാൽ ഈ കൊതുവും ഡെങ്കു മലേറിയ ഒക്കെ അവിടെ കുറവാണ്. പക്ഷെ ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് ആണ്, ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഈ ഉത്തരാഖണ്ഡിലൊക്കെ ചൂട് കൂടി ചില സ്ഥലങ്ങളിൽ. അപ്പൊ എന്ത് വന്നു തുടങ്ങി അവിടെ? ഈ ചേട്ടന്മാര് വന്നു തുടങ്ങി, ഡെങ്കു വന്നു. അപ്പൊ ഡെൻവി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ പല സിറ്റികളിലും ഈ സാധനം തല പൊക്കി തുടങ്ങി. അപ്പൊ ഇതൊരു പേടിയാണ് നമുക്ക്. ഡെൻവി 1 2 ഇതും കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആവും. അത് കഴിഞ്ഞ് എനിക്ക് ഡെൻവി 3 വന്നാലോ? ദാറ്റ് ഇസ് എ ടെൻഷൻ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞു ഡെൻവി 1 2 ഇത് പ്രൊട്ടക്ഷൻ തരും, പക്ഷെ 3 4 പ്രൊട്ടക്ഷൻ തരില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, അതിന്റെ ഒരു വർക്കിംഗ് രീതി. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ കീ കൺസേൺ എന്താ? സെക്കൻഡറി ഡെൻവി 4 ഇൻഫെക്ഷൻ മേ റിസ്ക് ഹയർ ഇഫ് എഫിക്കസി ഈസ് അൺസർട്ടൺ. ഇത് പ്രോപ്പർ ആയിട്ട് എഫിക്കസി ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഡെൻവി 4 വന്ന് നമുക്ക് പിടിക്കുക. ഡെൻവി 3 ഇത് എങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ല. ഹെൻസ് സ്ക്രീനിങ് ബിഫോർ വാക്സിനേഷൻ എസ്പെഷ്യലി ഇൻ സിറോജെനറ്റീവ് ചിൽഡ്രൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ചിലർ പറയുന്നത് എന്താ, ഈ കുട്ടിക്ക് നേരത്തെ ഡെങ്കി വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം ഈ സാധനം കുത്താൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറയും. ഓക്കെ, അപ്പം ഇതാണ് മനസ്സിലായ പ്രശ്നം എന്താന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് നമ്മൾ ഡെങ്കുവിന്റെ ഫസ്റ്റ് വാക്സിൻ എടുക്കുന്നു, ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത ഒരു 3 മാസത്തിൽ അടുത്ത് എടുക്കണ്ടേ, അതിന്റെ ഇടയ്ക്ക് മഴയോ എല്ലാം വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഡെങ്കി പിടിച്ചു പോയാൽ എന്ത് ചെയ്യും? ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക്. പിന്നെ വേറൊരു പ്രശ്നം, ഇതിന് 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 ഷോട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ മൈഗ്രന്റ് പോപ്പുലേഷനെ ഇത് എടുപ്പിക്കാൻ പാടായിരിക്കും. കാരണം ഞാനിപ്പോൾ ഫസ്റ്റ് ഡോസ് അടിച്ചിട്ട് ഞാൻ ഈ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോയി, സെക്കൻഡ് ഡോസ് ചിലപ്പോൾ മിസ്സാവും. അപ്പോൾ ഉള്ളതിനെക്കാട്ടി പ്രശ്നമാവും. അപ്പൊ ഇങ്ങനെയുള്ള ത്രെട്ടുകളുണ്ട്. മനസ്സിലായോ? അപ്പൊ CDSO CO എന്ന് പറഞ്ഞ ഇത് അപ്രൂവ് ചെയ്യുന്ന ഏജൻസിയാണ്. എയ്ഡസ് ഇത് പകർത്തുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എയ്ഡസ് മോസ്കിറ്റോ, ഈ ഡിസീസ് പകർത്തുന്ന എയ്ഡസ് മോസ്കിറ്റോ പണ്ട് എവിടെ ഇല്ലായിരുന്നു? സെമി അർബൻ റൂറൽ ഏരിയാസിൽ ഇല്ലായിരുന്നു. അത് എവിടേക്ക് ഇപ്പൊ പോയി തുടങ്ങി? സെമി അർബൻ റൂറൽ ഏരിയാസിൽ അത് പോയി തുടങ്ങി. വേർ കൺവെക്ഷണൽ വെക്ടർ കൺട്രോൾ ഇസ് ഹാർഡർ ടു സസ്റ്റെയിൻ.
ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞു നമുക്ക് രോഗത്തെ തടയാൻ ഒരു രീതി എന്ന് പറഞ്ഞാൽ കൊതുകുകളെ നശിപ്പിച്ച് കളയാന്നുള്ളത്. പക്ഷെ കൊതുകുകളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. ട്രില്യൺസ് നമ്പർ അല്ലേ. ഇപ്പൊ നമ്മൾ ചിലത് പറയും ജനതികമായി മോഡിഫൈ ചെയ്ത കൊതുകുകളെ ഇറക്കി ഇതിനെ കൊല്ലാം. കാരണം അവർ മേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഒറിജിനൽ കൊതു ചത്തുപോകും. ഓക്കെ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കാതാക്കാം. പക്ഷെ ഇതൊക്കെ ടെക്നോളജി ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. വെക്ടറിനെ തടയുക, കൊതുകുകളെ മൊത്തം ഉന്മൂലനം ചെയ്യാന്ന് വെച്ചാൽ പാടാണ്. ഏറ്റവും സേഫ് കൊതുകുകളെ ഉന്മൂലനം ചെയ്യണം പ്ലസ് വാക്സിനേഷനുമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ? ദ ടൈം ടു ഡെവലപ്പ് വാക്സിൻ ഇറ്റ്സെൽഫ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ഫോർ ആന്റിജനിക്കലി ഡിസ്റ്റിങ് ഡെങ്കു സെറോടൈപ്സ് ആൻഡ് പോസിബിലിറ്റി ഓഫ് സെക്കൻഡ് ഇൻഫോ ഏറ്റവും ഡേഞ്ചർ സെക്കൻഡ് ഇൻഫെക്ഷൻ ബൈ എ ഡിഫറെന്റ് സെറോടൈപ്പ്. ഇതാണ് ത്രെട്ട്. ഈ സെറോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡെൻവി 1, 2, 3, 4. അപ്പൊ സെക്കൻഡ് ഇൻഫെക്ഷൻ അടിച്ചാൽ അത് പ്രശ്നമാണ്. ഓക്കെ, ഡിഫറെന്റ് സെറോടൈപ്പ് പ്രൊഡ്യൂസിങ് മോർ സിവിയർ ഡിസീസ് ത്രൂ ആന്റിബോഡി ഡിപ്പെൻഡന്റ് എൻഹാൻസ്മെന്റ്. ഓക്കെ, ക്ലിയർ? എനിക്ക് ആന്റിബോഡി ഡിപ്പെൻഡന്റ് എൻഹാൻസ്മെന്റ് ഒരു പിക്ചർ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ മിസ്സായതായിരിക്കും. അത് നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി, അതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണ്ട. ഓക്കെ, ബൈ ഡിഫറെന്റ് സെറോടൈപ്പ് പ്രൊഡ്യൂസിങ് മോർ സിവിയർ ഡിസീസ് ത്രൂ ആന്റിബോഡി ഡിപ്പെൻഡന്റ്. ഈ വാക്ക് ഉപയോഗിക്കണം, ADE. ഓക്കെ, മീൻ ദാറ്റ് an effective shot has to induce strong immunity against all four. ശരിക്കും നമുക്ക് എങ്ങനെയുള്ള വാക്സിനാണ് വേണ്ടേ? 4 എണ്ണത്തിനെതിരെയും പ്രോപ്പർ ആയിട്ടുള്ള ഡിഫൻസ് ഉള്ള വാക്സിൻ ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. ഇനി പ്രശ്നം വെച്ചാൽ നേരത്തെ നമുക്ക് ഡെങ്കു വാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിൻ കാണിച്ച ഓർമ്മയുണ്ടോ? ഡെങ്കുവിന്റെ പഴയ വാക്സിൻ. ഇതൊരു പ്രശ്നക്കാരനായിരുന്നു. കാരണം ഈ വാക്സിൻ എന്ത് ചെയ്തു? ഫിലിപ്പൈൻസിൽ കോൺട്രവേഴ്സി ഉണ്ടായി. കാരണം ഇത് ചില സ്ട്രെയിൻസിനെതിരെ ഇമ്മ്യൂണിറ്റി തരും. ഫിലിപ്പൈൻസിൽ എന്ത് പറ്റി? ആ ഒരു രീതിയിലുള്ള സ്ട്രെയിനിനെതിരെ ഇമ്മ്യൂണിറ്റി കിട്ടി. പക്ഷെ ആൾക്കാർക്ക് പലർക്കും സെക്കൻഡറി ഇൻഫെക്ഷൻ അടിച്ചു വേറെ ടൈപ്പിൽ നിന്ന്. അവിടെ ആൾക്കാർക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടായി, കുറെ പേര് മരിച്ചു. അപ്പൊ ഡെങ്കു വാക്സിൻ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. Okay, the design of Kudanga by Japan-based Takeda differs from that of Dengvaxia, and unlike the latter, can be administered without screening for prior dengue infection. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചിലര് വാദിക്കുന്നത് എന്താ? വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് അയാൾക്ക് ഡെങ്കി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയണം. ഓക്കെ, കാരണം നമുക്ക് നേരത്തെ ഒരു വേറെ ടൈപ്പ് ഡെങ്കി വന്ന ആൾക്ക് ഈ വാക്സിൻ കുത്തിയ പ്രശ്നം ആവരുതല്ലോ. പക്ഷെ ക്യുഡങ്കയുടെ കേസിൽ ഇവർ പറയുന്നത് വെച്ചാൽ സ്ക്രീനിങ്ങിന്റെ ആവശ്യമില്ല, സേഫ് ആണെന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ആ ത്രെട്ട് ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ സീറോടൈപ്സ് വേരി ഫ്രം ഹൈയസ്റ്റ്. ഡെൻ 2-നും ഡെൻ 1-നും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ. പക്ഷേ 3-ഉം 4-ന്റെ ഇടയ്ക്കുള്ള കാര്യം പ്രശ്നമാണ്. ഇനി ദിസ് ഇസ് കൺസേണിങ്, കാരണം ഡെൻവി 2 ആണ് ഇന്ത്യയിൽ ഏറ്റവും കോമൺ. പക്ഷെ ഞാൻ പറഞ്ഞ എന്താ നിങ്ങളോടെ? ഡെൻവി 3 ഇപ്പൊ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇഫ് ദ ഡെൻവി 3 സീറോടൈപ്പ് ഡോമിനേറ്റ്സ് ദ 2026 മൺസൂണിൽ ഡെൻവി 3 കൂടുതൽ ഫോക്കസ് ചെയ്താൽ ക്യുഡങ്കിയാസ് ഇമ്പാക്ട് കുഡ് ബി സസ്റ്റൈനബിളി ലോവർ. 3 ആണ് കൂടുതൽ വരുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇതിന്റെ എഫക്ട് കൂടുതലാണ്. പിന്നെ 2 ഡോസ് വേണം. ക്ലിനിക്കൽ ഡേറ്റ പറയുന്നത് ഫസ്റ്റ് ഡോസ് പ്രൊട്ടക്ട് അൺഈവൻലി വിത്ത് സ്ട്രോങ്ങർ എവിഡൻസ് അഗൈൻ ഡെൻ 1 ആൻഡ് ഡെൻ 2 ദാൻ ഡെൻ 3 ആൻഡ് ഡെൻ 4. If a serogenetic person takes the first shot in July 1 when the monsoon begins and encounters Denvi 3 in the August, the shot may not suffice to. അതാ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിന്റെ ഗ്യാപ്പ് കാരണം ചിലപ്പം ഉപയോഗശൂന്യമായി പോകും. ഓക്കെ, ക്ലിയർ? ഇനി വേറൊരു കാര്യത്തോടെ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യത്തോടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ഈ കമ്പനി തൽക്കാലം എന്ത് ചെയ്ത് വെച്ചേക്കുക? കൂട്ടി വെച്ചേക്കുവാണ്. ഇതിന്റെ പ്രൈസ് കൂടുതൽ. അപ്പം ഈ ഓർഡർ പറയുന്നതെന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഈ വാക്സിൻ കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. പ്രശ്നമുണ്ട്, ഈ ഡെങ്കുവിന്റെ ഇൻഫെക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ സെമി അർബൻ റീജിയണിലും റൂറൽ റീജിയണിലും കാണുന്ന ആൾക്കാർക്ക് അത്രയും കാശ് മുടക്കാൻ പറ്റും. അപ്പൊ ഡെങ്കു വാക്സിന്റെ വില കുറച്ച് നമ്മൾ പ്രൊക്യൂർ ചെയ്യണമെന്നുള്ളതാണ് ഓർഡർ സജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഡെങ്കു ഏത് ജീവിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഗാനിസമാണ് ഡെങ്കു പരത്തുന്നത്? വെക്ടർ ഏതാ ക്യാരി ചെയ്യുന്ന ആൾക്കാർ? ഈഡിസ് ഈജിപ്റ്റിയും പിന്നെ ഈഡിസ് ആൽബോപിക്ടസ്. ഓക്കെ, ഈ 2 എണ്ണമാണ്. പിന്നെ ഏത് വൈറസാ? ഡെങ്കു വൈറസ് ഏത് ടൈപ്പാ? ഒരു ഫ്ലാവി വൈറസ് ആണ്. തലവേദന ഉണ്ടാവും, മരണം വരെ സംഭവിക്കാം. പിന്നെ എത്ര സ്ട്രെയിൻ ഉണ്ട്? ഡെൻവി 1, ഡെൻവി 2, ഡെൻവി 3 ആൻഡ് ഡെൻവി 4. ഇതിന്റെ ഒരു പ്രശ്നം മനസ്സിലായല്ലോ. ഒരു ഇൻഫെക്ഷൻ ഒരു സെറോടൈപ്പ് നമുക്ക് അടിച്ചാൽ അതിന്റെ ആന്റിബോഡി കിട്ടും. പക്ഷെ ഒരു ഇൻഫെക്ഷൻ അടിച്ച ആൾക്ക് വേറെ സെറോടൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടമാകും. നമുക്ക് എന്ത് സിൻഡ്രോം വരും? ADE വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഞാൻ ശരിക്കും ADEയുടെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എങ്ങനെ അത് പൈക്ക് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അത്രയും വേണ്ട. ഇനി എപ്പോഴെങ്കിലും ഒരു ന്യൂസ് കൂടെ വന്നാൽ ഞാൻ അതൂടെ പഠിപ്പിച്ചു തരും. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പൊ എടുക്കുന്ന സംഭവം ക്യുഡങ്ക ടക്കേഡ എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിയാണ്. ഓക്കെ, ക്ലിയർ? പിന്നെ അതിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ന്യൂസ് ആണ്.
പ്രാക്സിസ് മിഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് അധികം ഒന്നുമില്ല. അതായത് പല നമ്മുടെ പ്ലാനറ്റ്സിന്റെ മേളിൽ ഇങ്ങനെ റിങ് പോലെ കാണും. ഓക്കെ, ഈ റിങ്ങിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് എന്ത് വന്നിരിക്കുന്നത്, നാസയുടെ പ്രാക്സിസ് മിഷൻ ഫോർ ഇറ്റ്സ് ഇന്നോവേറ്റീവ് അഡ്വാൻസ് കോൺസെപ്റ്റ് NASA phase 1 ഫണ്ടിങ്. ഓക്കെ, ദ മിഷൻ വിൽ കണ്ടസ്റ്റ് എ ബയോ ഇൻസ്പയർഡ് റോബോട്ടിക് എക്സ്പ്ലോറർ. അപ്പൊ ഈ ചുറ്റുമുള്ള സ്ഥാനത്തെ പഠിക്കാൻ വേണ്ടി ഒരു റോബോട്ടിക് എക്സ്പ്ലോററിനെ നമ്മൾ അയക്കാൻ പോവാണ്, ആകാശത്തൂടെ പോകും. പിന്നെ ഇത് ഡയറക്റ്റ്ലി ഇതിനകത്ത് ചെന്ന് ലാൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ദൂരത്ത് നിന്ന് അതിന് റോബോട്ടിക് ആമുണ്ട്, അതിനകത്ത് തൊടും, കളക്ട് ചെയ്യും, അവിടെ നിന്ന് പോരും. കാരണം ഇത് കല്ലുകളും പല സാധനങ്ങളും ഇതിനകത്തുണ്ടാവും. ഇവിടെ പോയി കഴിഞ്ഞാൽ ആ എക്സ്പ്ലോറർ പൊട്ടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിനൊരു റോബോട്ടിക് ആമുണ്ട്, അതുകൊണ്ട് ഡേറ്റ ജസ്റ്റ് കളക്ട് ചെയ്യും, അടുത്ത സ്ഥലത്തേക്ക് പോകും, കുറച്ച് മെറ്റീരിയൽ കളക്ട് ചെയ്യും, സ്റ്റഡി നടത്തും. അത്ര ഇത് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? ദ മിഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് ബയോ ഇൻസ്പയർഡ് റോബോട്ട് എക്സ്പ്ലോസർ ഡ്രിവൺ ബൈ, ശ്രദ്ധിക്കുക, AI മോഡൽ. അപ്പൊ പ്രാക്സ് ആരുടെ മിഷനാ? നാസയുടെ. ഈ പ്ലാനറ്ററി റിങ്സിനെ പഠിക്കാനാണ് ശ്രമം. ക്ലിയർ? ദ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ഹൗ പ്ലാനറ്ററി റിങ്സ് ഫോം, ഇത് ഈ പ്ലാനറ്ററി റിങ്സിന്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ പാർട്ടിക്കിൾസ്, ഏതൊക്കെ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് അത് നിർമ്മിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. റാദർ ദാൻ ഫ്ലൈ ത്രൂ എ റിംഗ്. ഒരിക്കലും ഈ പ്രാക്സ് എന്ത് ചെയ്യില്ല, ഈ റിങ്ങിന്റെ അകത്തൂടെ കയറി പുറത്തൂടെ ഇറക്കത്തൊന്നുമില്ല. എന്തേ ചെയ്യുള്ളൂ, അവരെന്തേ ചെയ്യുള്ളൂ, ദേ വിൽ ജസ്റ്റ് ടച്ച് ആൻഡ് ഗ്ലോ. ഇറ്റ് വിൽ കറന്റ്ലി പ്ലാൻ ജസ്റ്റ് ടു ഗ്രേസ് ദ റിംഗ്. ജസ്റ്റ് ഒന്ന് അടുത്തൂടെ പോയി ഒന്ന് തൊട്ട് പരിശോധിച്ചിട്ട് വരുന്നതല്ലാതെ ഈ റിങ്ങിനകത്തേക്ക് ലാൻഡ് ചെയ്യാനോ അകത്തോട്ട് ഡീപ്പായിട്ട് പോകാനോ ചെയ്യില്ല. റാദർ ദാൻ ഫ്ലൈയിങ് ത്രൂ ദ റിംഗ് വിച്ച് വുഡ് പോസ് കൊളിഷൻ ഹസാർഡ്സ്. കൂട്ടിയിടിച്ച്, കല്ലിനകത്തൊക്കെ കൂട്ടിയിടിച്ച് നശിച്ചു പോകും. മനസ്സിലായത് എന്താന്ന്? പ്ലാനറ്ററി റിങ്സിനെ പഠിക്കാൻ നാസ അയക്കുന്ന റോബോട്ടിക് മിഷനാണ്, AI സപ്പോർട്ടഡ് ആണ്. ക്ലിയർ? അപ്പം ഇതെന്താ ചെയ്യുന്നത്, ടച്ച് ആൻഡ് ഗോ സാമ്പിൾ പാർട്ടിക്കിൾ കളക്ഷൻ ആയിരിക്കും ചെയ്യാവുന്നത് ത്രൂ എ ഡിപ്ലോയബിൾ ബൂം. ഈ ഡിപ്ലോയബിൾ ബൂം എന്ന് പറഞ്ഞ ഒരു റോബോട്ടിക് ആം പോലെ, ഞാൻ അടുത്ത പിക്ചർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. സ്റ്റേയിങ് അറ്റ് സേഫ് ഡിസ്റ്റൻസ് ഫ്രം മൂവിംഗ് റിംഗ് പാർട്ട്നേഴ്സ്. once it has sampled, the craft will move on to another region or gap in the rings to sample from another area. ഒരു ഏരിയന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകും. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് കണ്ട കറക്റ്റ് മനസ്സിലാവും. നാസാസ് പ്രാക്സിസ് മിഷൻ വിൽ എക്സ്പ്ലോർ പ്ലാനറ്ററി റിംഗ്. ഇതൊരു ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. AI ഡ്രിവൺ സ്പേസ് ക്രാഫ്റ്റ് വിൽ ഗ്രേസ് ദ റിംഗ് പാർട്ടിക്കിൾസ്. അതായത് മൊത്തത്തിൽ കയറില്ല, ജസ്റ്റ് തൊട്ട് പോകും. Okay, it won't land but touch particles using a long boom. Okay, samples collected and moved to other ring regions. Data will reveal particle size, composition, porosity. Porosity എന്ന് പറഞ്ഞാൽ എത്രത്തോളം porous ആണെന്നുള്ളത്. Phase 2 aims to build a physical prototype. System can be used to study other ringed planets. ഇനി നിങ്ങൾ നോക്കുക, ഇതാണ് ശരിക്കും അത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ റോബോട്ടിക്. ഇതിന്റെ കൈ കണ്ടോ, ഈ ബൂം കണ്ടോ കളക്ട് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ജസ്റ്റ് തൊടും, എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം സ്പേസ് ക്രാഫ്റ്റ് പ്ലാന്റിന്റെ ചുറ്റുമുള്ള, ഇതാണ് റിംഗ് സിസ്റ്റം, കണ്ടില്ലേ, കല്ലുകൾ ചുറ്റും കാണുന്ന കല്ലുകളും പൊടിയും ഡസ്റ്റും ഒക്കെയാണ്. അപ്പൊ സ്പേസ് ക്രാഫ്റ്റ് ആദ്യം റിംഗ് സിസ്റ്റത്തിൽ വരും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഗ്രേസസ് ദ റിംഗ് പ്ലെയിൻ ആൻഡ് യൂസസ് ലോങ് ഡിപ്ലോയബിൾ ബൂം ടു ടച്ച് ദ സെലക്ടഡ് പാർട്ടിക്കിൾസ്. അപ്പൊ ഈ കല്ലിനെയാണ് തൊടുന്നെങ്കിൽ അതിന്റെ ഈ ആം വെച്ചിട്ട് ജസ്റ്റ് തൊടും. അത് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻസ്ട്രുമെന്റ്സ് ഓൺ ദ ബൂം കളക്ട് ആൻഡ് സ്നാക്ക് ഫ്രീ ഫ്ലോട്ടിംഗ് പാർട്ടിക്കിൾസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ദ എയർക്രാഫ്റ്റ്. പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഉപയോഗിച്ച് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആഫ്റ്റർ കളക്ടിങ് ദ സാമ്പിൾ, സ്പേസ് ക്രാഫ്റ്റ് മൂവ്സ് ടു അനദർ റിംഗ് റീജിയൻ. കാരണം ഇവിടുന്ന് പറന്നപ്പുറത്തെത്തി വേറൊരു കല്ലോ പാർട്ടിക്കിളോ പഠിക്കും, അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് നിൽക്കും. ഒരിക്കലും ഇതിനകത്തേക്ക് എന്ത് ചെയ്യില്ല, ഇറങ്ങി ലാൻഡ് ചെയ്യില്ല. കളക്ടഡ് സാമ്പിൾസ് ആർ അനലൈസ് ടു മെഷർ പാർട്ടിക്കിൾ സൈസ്, പോറോസിറ്റി ആൻഡ് കോമ്പോസിഷൻ. ഡേറ്റ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിംഗ് ഫോർമേഷൻ. എങ്ങനെയാണ് ഈ പ്ലാനറ്റ്സിന്റെ ചുറ്റുമുള്ള റിംഗ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കലാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ആഴ്ചത്തെ. അതായത് നമ്മളിപ്പോ എന്താ ചെയ്തേക്കുന്നത്, 29 വരെയുള്ള കറണ്ട് അഫയർ കവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് 2 ദിവസം കഴിഞ്ഞ് എടുക്കേണ്ടത് സാറ്റർഡേ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നതുകൊണ്ട് തീർക്കുകയാണ്. അപ്പൊ ഇനി തൊട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ, ഓഗസ്റ്റ് 1 തൊട്ട് 7, 7 തൊട്ട് 14, 14 തൊട്ട് 21, 21 തൊട്ട് 28, ഇങ്ങനെ ആയിരിക്കും. നമ്മൾ മൊത്തത്തിൽ ബാക്കി വെച്ചിരിക്കുന്നത്, ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഒരു എൻവയോൺമെന്റിന്റെ ഇത്, സെമികോൺ, പിന്നെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, സ്കൈ റൂട്ട്. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കണം. ഞാൻ പഠിപ്പിച്ചില്ല, ഞാൻ പഠിപ്പിക്കും, ബട്ട് അത് വായിക്കണം. ഓക്കെ, ഇനി തൊട്ട് നമ്മൾ കുറച്ചുകൂടെ ആർട്ടിക്കിൾസ് ചിലപ്പോൾ കൂട്ടും. പക്ഷെ ഇനി തൊട്ട് പോയ കാലം പോയി. ഓക്കെ, ഇനി നിങ്ങൾ കറണ്ട് അഫയർ അപ്ഡേറ്റ് ആവണം. ഓക്കെ, നിങ്ങൾ യു ഷുഡ് ഗീവ് ടൈം ഓൺ. ദിവസം 5 മണിക്കൂർ പഠിക്കണമെന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കറണ്ട് അഫയറിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇത്തിരി കൂടെ കൂട്ടണം. അത്ര ഞാൻ പറയുന്നത്. ബാക്കി എവരിത്തിങ് ഇസ് ഫൈൻ. ഓക്കെ, പോളിറ്റി ഞാൻ നോക്കിയെടുത്തോളം
അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് അരുൺ സാറെ എൻവയോൺമെന്റ് നമ്മുടെ ജോഗ്രഫിയും ഈ പിക്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എവിടം വരെ എത്തി നമ്മുടെ ജോഗ്രഫി? ഓഷ്യനോഗ്രഫി എത്തി. ഓക്കെ, അപ്പൊ ജോഗ്രഫി ഏകദേശം ഫിസിക്കൽ ജോഗ്രഫി തീരാറായി. അതായത് നമ്മുടെ ജിയോമോർഫോളജിയും ക്ലൈമറ്റോളജിയും കഴിഞ്ഞു, ഓഷ്യനോഗ്രഫി. ഓക്കെ, അപ്പൊ ജോഗ്രഫി ഏകദേശം ഒരു തറവ്നെസ് ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ തെളിവ് എന്താ? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ തെളിവ് സിക്സാക് പഠിപ്പിച്ചിട്ടില്ലേ? സിക്സാക് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാലിയോണ്ടോളജിക്കൽ എവിഡൻസസ് ഉണ്ട്. പിന്നെ ഗോൾഡൻ വെയിൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? കുഴപ്പമില്ല. ഗോൾഡൻ വെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഗോൾഡിന്റെ വെയിൻസ് നമുക്ക് കാണാം. പഠിപ്പിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ട്. പല പ്ലേസർ ഡിപ്പോസിറ്റ്സ്, ടിൽറ്റ് ഡിപ്പോസിറ്റ്. ഞാൻ വെറുതെ പറഞ്ഞിട്ടാ, ഞാൻ ജോഗ്രഫി പഠിപ്പിക്കുന്ന ആളല്ല. ഞാൻ തൊടാത്ത 2 സബ്ജക്റ്റാണ് ജോഗ്രഫിയും എക്കണോമിയും. ഓക്കെ, പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് 10 വർഷം മുമ്പ് ഞാൻ പഠിച്ചതാണ്. പക്ഷെ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ആൽഫ്രഡ് വെഗ്നറിനെ ഓർമ്മയുണ്ട്, എല്ലാവരെയും ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങൾ ആ ലെവലിലേക്ക് എത്തണം. മസ്റ്റ്. ഞാൻ എൻ്റെ അറിവ് കാണിക്കാൻ വേണ്ടി അല്ല പറഞ്ഞത്. എല്ലാം നമുക്ക് ഇതെന്താ പ്രശ്നം? നിങ്ങളുടെ തലയിൽ ഇത് കിടപ്പുണ്ട്. ഞാൻ പറയുമ്പോൾ ഓർമ്മ വരും. അടുത്ത സ്റ്റേജാണ് ഞാൻ പറയേണ്ടി വരരുത്, തന്നെ ഈ സാധനം ഓട്ടോമാറ്റിക്കലി തിരിച്ചു വേണം. അതിന് 3 തവണ പഠിച്ചാൽ കിട്ടും. 3 തവണ. ഞാൻ കറക്റ്റ് പറയാണ്. റിവിഷന് വലിയ വലിയ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ടെക്നിക്കലിനെക്കാട്ടി ഉപരി ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇത്രയും ഉറപ്പ് വരുത്തുക. ഒരു ടോപ്പിക്ക് 3 തവണ പഠിക്കുക. 1 തവണ വായിക്കുക, 2 തവണ റിവൈസ് ചെയ്യുക. ആ ടോപ്പിക്കിന് ടെസ്റ്റും ചെയ്യുക. സെറ്റാണ്. പക്ഷെ അത് നിങ്ങൾ എഴുതി വെക്കണം. ഈ ടോപ്പിക്കിന്റെ ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, 3 തവണ ഞാൻ വായിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളത് ഇത് ചെയ്യും. എനിക്കൊന്ന് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മാസമായി വിവേകാനന്ദയില്? 3 മാസം. 3 മാസം ആയോ? കഴിഞ്ഞോ 3 മാസം? ഏകദേശം. പക്ഷെ 3 മാസം കൊണ്ട് നിങ്ങളുടെ അറിവിന്റെ ലെവല് കൂടിയിട്ടില്ലേ ഒത്തിരി? നമ്മൾ ഒരു വെറ്ററന്റെ കൂടാണെങ്കിലും നമ്മൾ പഠിപ്പിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് പറയാം, ആധികാരികമായിട്ട് പറയാം. ഇത് മുമ്പ് പഠിച്ച പിള്ളേരോട് ചോദിച്ചു നോക്ക്. നമുക്ക് ജോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ക്വാളിറ്റി ആണെങ്കിലും നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ ഏത് വെറ്ററിന്റെ കൂടെ നിങ്ങൾക്ക് മുട്ടി നിൽക്കാം. അതെനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് ഈ ഹിസ്റ്ററി ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം തൊട്ടേ അവർ ഈ കറണ്ട് അഫയർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കാട്ടി കൂടുതൽ ബാക്ക്വേർഡ് ലിങ്കേജസ് അവർക്ക് കളക്ട് ചെയ്യും. ഇപ്പൊ ഞാനിപ്പം സ്കൈ റൂട്ടിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഇസ്രോ എങ്ങനെയാ തുടങ്ങിയെന്ന് അറിയായിരിക്കും, ഇൻസ്പേസ് എന്താണെന്നായിരിക്കും, ആന്ത്രക്സ് എന്താന്നുള്ളത് അവർക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് അതറിയില്ല. പക്ഷെ നമ്മൾ പയ്യെ പയ്യെ ആ നോളജ് കയറി വരും. കൊച്ചു രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാനൊരു 15 മിനിറ്റ്സോടെ ഞാൻ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മെൻറ്ററിങ് തരാം. ഓൺലൈൻ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിച്ചു. ഇന്ന് എനിക്ക് നേരത്തെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മെൻറ്ററിങ്ങിന് വരണമെങ്കിൽ വരാം കേട്ടോ. ഇനിയൊരു 30 മിനിറ്റ്സോളം ഞാനിവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് വരണമെങ്കിൽ അങ്ങനെ വരാം, അല്ലാത്തവർക്ക് അല്ലാതെ വരാം. ഓൺലൈൻ നിങ്ങൾക്ക് ഞാനൊരു ഷെഡ്യൂൾ ഇടാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് നേരത്തെ വൈൻഡ് ചെയ്യാണ്, 1.25 മണിക്കൂറിനുള്ളിൽ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ തന്നെ പഠിക്കണം. ഏതൊക്കെയാ? സാർനാഥ്, പിന്നെ വെസ്റ്റേൺ ഘാട്ടിന്റെ ഇക്കോളജിക്കൽ പാനൽ, ടെക്സ്റ്റൈൽ സെക്ടറിന്റെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഓക്കെ, പഠിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഈ പറയുന്ന ചബഹർ റിപ്പോർട്ടിന്റെ സിഗ്നിഫിക്കൻസ് നോക്കണം. പിന്നെ ഒച്ച വേണം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇന്ന് ഈ ആഴ്ച വന്ന് ഞാൻ പഠിപ്പിക്കാത്ത കറണ്ട് അഫയർ ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. ക്ലിയർ? പിന്നെ RBIയുടെ എന്തൊക്കെയോ സാധനം വന്ന് കിടപ്പുണ്ട്. RBIയുടെ അതുകൂടെ ഒന്ന് നോക്കിയേക്കണം. ഞാൻ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് പഠിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഫാക്ച്വൽ ആയതുകൊണ്ട് ഞാൻ തട്ടിക്കളയുന്നതാണ്. പക്ഷെ നിങ്ങൾ പഠിക്കണം. പിന്നെ ഈ ഇടയ്ക്ക് മറ്റേ ചൈനയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. AI ബേസ്ഡ്, അത് പഠിക്കണം. ഓക്കെ, ക്ലിയർ? AI ഒരു വർഷം ഒരു 100 തവണ വരുന്നതുകൊണ്ടാണ് ഞാൻ ഓരോ ആർട്ടിക്കിൾ, പക്ഷെ അതിന്റെ കണ്ടന്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ ആർട്ടിക്കിൾ വരുമ്പോൾ അതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യും. ബട്ട് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ഹാവിങ് ദാറ്റ് സീരിയസ്നെസ്. കാരണം നമുക്ക് ഈ കറണ്ട് അഫയർ ഒരു കണ്ടിന്യൂറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്താൽ ഒരു ഗുണം ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്ന് നിങ്ങൾ ഈ ഒരു കറണ്ട് അഫയർ ആർട്ടിക്കിൾ പഠിച്ചാൽ അടുത്ത ആർട്ടിക്കിൾ ഒരു 60% നമുക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്ഡേറ്റ് മതി. കാരണം കറണ്ട് അഫയറിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം റിപ്പറ്റീവ് ആണ്. പിന്നെ വേറെ ഒരു റിവർ ഇന്റർലിങ്കിങ് വരുന്നുണ്ട്. കെൻ ബെത്വ റിവർ, റൈറ്റ് ഇറ്റ് ഡൗൺ. കെൻ ബെത്വ റിവർ ലിങ്കിങ്, അതും ന്യൂസിൽ കുറെ കാലമായിട്ട് ചുറ്റി കളിക്കുന്നുണ്ട്. അപ്പൊ അത് പഠിക്കണം. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കേണ്ടതാണ്, എല്ലാ വർഷവും നടക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടത് ഫ്ലഡിന്റെ ന്യൂസ് കണ്ടിരുന്നോ?
അസാം ഫ്ലഡ്. അത് എല്ലാ വർഷവും വരുന്നതായതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാത്ത, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വായിച്ചിരിക്കണം. എനിക്ക് 2 മണിക്കൂറിൽ എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്കറിയാം ഏതൊക്കെ ന്യൂസാണ്. ഇത് നിങ്ങൾ അറിയാന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ക്ലാസ് കഴിയുമ്പോൾ, ആദ്യത്തെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ എന്ത് ചെയ്യും, എക്സ്ട്രാ പഠിക്കുന്ന ടോപ്പിക് കൂടെ ലിസ്റ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഇപ്പൊ ഞാൻ അത് വായാൽ പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒരു സ്കീം കൂടെ വന്നിരുന്നു. ആ സ്കീമിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. രാസ എന്ന് കണ്ട് പറയുന്ന ഒരു സ്കീമുണ്ട്. ഓക്കെ, അത് ഞാൻ നോക്കിയിട്ട് പറയാം. അതോടെ ഒന്ന് പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ഡിസ്കസ് ദാറ്റ് ഓർ ഐ വിൽ ഗിവ് യു ദ ടേം. ഇത്രയൊക്കെ ആയോ? ഓക്കെ. ഓക്കെ, ഇപ്പൊ ഐ എം വൈൻഡിങ് അപ്പ്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ, ഞാനിവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക്